Praise the Lord. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടട്ടെ. ബൈബിൾ ക്ലാസിന്റെ എത്രാം ദിവസമാണ്? അതെ, 10 വരലേ ഉള്ളൂ. 10 കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്തില്ല, എണ്ണാൻ വരലില്ലാത്തതുകൊണ്ട് 11ാമത്തെ ക്ലാസ്സിലേക്ക് ആണോ? സ്വാഗതം. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എന്റെ ക്ഷമയെ തീരരുത്, മാസം പരീക്ഷിക്കരുത്. എന്താന്ന് വെച്ചാൽ പഠിപ്പിച്ചിട്ട് വേഗം ഇരിക്കാൻ നോക്കുക, അല്ലെ? ക്ഷമയെ പരീക്ഷിക്കാതെ വേഗം പഠിപ്പിച്ചിട്ട് ഇരിക്കാൻ നോക്കാം. ക്ഷമയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ക്ഷമയുടെ 1ാമത്തെ ഭാഗം കഴിഞ്ഞു. എത്ര പേര് ക്ഷമിക്കാൻ പഠിച്ചു? എത്ര പേര് ക്ഷമിക്കാൻ പഠിച്ചു? ഒരാൾ മാത്രമാണ് മാനസാന്തരപ്പെട്ടത്, അഭികൂടൻ. ബാക്കി ആരും ഇവിടെ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാത്തവരാണ്. കൊച്ചു മാത്രമേ ക്ഷമിക്കാൻ പഠിച്ചുള്ളൂ. നിങ്ങളൊക്കെ എന്ത് ചെയ്താലും കൊച്ചം തീരില്ല. നിങ്ങളോട് ആരോട് പ്രതികരിക്കുന്നില്ലെന്നാണ് കൊച്ചു പറഞ്ഞിരിക്കുന്നത്. ക്ഷമിക്കാൻ പഠിച്ചോ? ദേഷ്യം വരാറുണ്ടോ? അമ്മയോടും പപ്പയോടും ഒക്കെ? അമ്മോ എന്താ പുറകെ പോയിരിക്കണേ? ഇവിടെ വന്നിരുന്നേ, ഈ 2 പേരുടെ കൂടി ഇരുന്നേ. ചേച്ചി അമ്മിക്കൂട്ടനൊക്കെ ഇരിക്കുന്നുണ്ടോ? അവരുടെ കൂടെ ഇരിക്കണം. ആരും ഉറങ്ങരുത് കേട്ടോ. ഉറങ്ങേണ്ടവർ കൈ പോക്കണേ. ഉറക്കാൻ വരുമ്പോ ചെയ്യണം, കൈ പോക്കണം. പങ്ക് ഇവിടെ കൊണ്ട് ഇവിടെ കിടത്തി ഉറക്കും. അതെ, ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് പോയിന്റ്സ്, ഒരു 20 പോയിന്റ്സ് ദൈവത്തിന്റെ ആത്മാവ് തന്നത് നിങ്ങളുമായി ഷെയർ ചെയ്തു. 20 പോയിന്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ വചനത്തിലേക്ക് കടക്കുന്നതായിരിക്കും. എഴുതുന്നവർക്ക് എഴുതാം. എല്ലാവർക്കും എല്ലാവരോടും എപ്പോഴും ക്ഷമിക്കാൻ കഴിയണം. പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുമോ? പറ്റണം. അതിനർത്ഥം എന്താ? പറ്റത്തില്ലെന്നുള്ളതാണ്. അതിനർത്ഥം പറ്റത്തില്ല, ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൃപ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിന് 1ാമത്തെ പോയിന്റ് കൃപയാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കൃപയാണ്. ദൈവത്തിന്റെ വലിയ കൃപയാണ് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, അവന്റെ പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ട് അവൻ മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു കാരണവശാലും അവന് ക്ഷമിക്കാൻ പറ്റത്തില്ല. അവൻ ചെയ്തത് വെച്ച് നോക്കിയാൽ, അവൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ നമ്മളോട് ചെയ്യാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷേ ദൈവം പറയുന്നു, ദൈവത്തിന്റെ ദാനമാണ് കൃപ എന്ന് പറയുന്നത്, അല്ലെ? കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അർഹിക്കാത്ത സ്ഥാനത്ത്, അപ്പൊ ഒരു അർഹതയില്ലാതിരിക്കുന്ന നമ്മുടെ ജഡത്തിനകത്തേക്ക് ദൈവം തരുന്ന ഒരു കൃപയാണ് എന്ത്? ക്ഷമ. അത് പ്രാർത്ഥിച്ച് മേടിക്കണം. ഈ കൃപ എന്ന് പറയുന്ന സംഗതിയൊക്കെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് മേടിക്കണം. വെറുതെ ഇങ്ങോട്ട് തിരിയില്ല. അതിന് കുറച്ച് പേരാ, അതിന് കുറച്ച് പേരെ എന്ത് ചെയ്യണം? കൊടുക്കണം. ആര് കൊടുക്കണം? ഈ ജഡം കൊടുക്കണം. ഈ ജഡമാണ് വേറൊരു ജഡത്തോട് എന്ത് ചെയ്യുന്നത്? ക്ഷമിക്കുന്നത്. ഹലോ, ഇവിടുണ്ടോ? ഈ ജഡമാണ് വേറൊരാളോട്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ, നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടും. എവിടെ? അല്ലെങ്കിൽ രാത്രി ഞാൻ നിനക്കിട്ട് തന്നോളാം. ഇപ്പൊ നീ പോ, ഞാൻ നിന്നെ പിടിച്ചോളാം. ആരീ പറയണേ? ജഡം. ഈ രാത്രിയിൽ നീ ഒറ്റയ്ക്ക് കിട്ടിയാൽ ചെയ്യുന്നതാരാ? ഈ ജഡമല്ലേ? ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഒരെണ്ണം കൊണ്ട് കൊടുത്തു, തിരുട്ടുന്നതായിരുന്നു. പക്ഷെ ആരാ തല്ലിയത്? അതാ ക്ഷമിക്കും, പക്ഷെ പിന്നത്തേക്ക് അത് വെച്ചേക്കും. നീ പോ, പിന്നെ ഞാൻ എടുത്തോളാം. അങ്ങനെയല്ല. അതിന്റെ പേരല്ല ക്ഷമ. ഒരിക്കലും ഈ ജഡത്തിന് ഒരാളോട് ക്ഷമിക്കാൻ പറ്റത്തില്ല. പറ്റണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ കൃപ ആ ജഡത്തിന്റെ മേൽ വസിക്കണം. ആമേൻ. നമ്മൾ എന്താണ് ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? ജഡത്തെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്
ട്രെയിൻ ചെയ്യാൻ പോവാം, പരിശീലിപ്പിക്കാൻ പോവാം. നമ്മുടെ ജഡം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശീലിപ്പിക്കുന്നതിനകത്തെ ഒന്നാമത്തെ പരിശീലനമാണ് ക്ഷമ. കൃപയല്ല, ക്ഷമ. ഈ ക്ഷമ വരണമെങ്കിൽ കൃപ വേണം എന്നാ പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ജഡത്തെ മരിപ്പിച്ച വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, എന്റെ ജഡം ചത്തത്തില്ല. ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ നോക്കണ്ട, എന്റെ ജഡം ചത്തത്തില്ല. ഇതിനൊക്കെ വാക്യങ്ങളുണ്ട്, നമ്മൾ വാക്യത്തിലൂടെ കടന്നു പോകും. നമ്മളൊരു ഇവിടെ വന്നിരുന്ന ശേഷം ദൈവത്തിന് ആത്മാവ് തന്ന കുറച്ച് ആലോചനകളാണ് ഇത് പോയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മൂന്നാമത്തത്, ക്ഷമ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് പക അല്ലെങ്കിൽ ദേഷ്യമില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് മറ്റൊരാളോട് ദേഷ്യമില്ലെന്നുള്ളതാണ് ക്ഷമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക, ദേഷ്യം, പക. ക്ഷമ എന്ന് പറയുന്നത് ദേഷ്യമില്ല, പകയില്ല, അതിനെ ക്ഷമ എന്ന് പറയുന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതിനെ പിന്നെ പക എന്ന് പറഞ്ഞാൽ എന്താ? അവസരം കിട്ടാൻ കാത്തിരിക്കും, അല്ലെ? ഒരു രാജ്യം വേറൊരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ അവന് ദേഷ്യം വന്നാലും അവൻ ദേഷ്യം പ്രകടിപ്പിക്കത്തില്ല, അവൻ പക വെച്ചോണ്ടിരിക്കും. എപ്പോഴെങ്കിലും എന്റെ കയ്യിൽ എന്ത് ചെയ്യും? ഇതിനെ കിട്ടും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് രണ്ടും ദൈവത്തിന്റെ പ്രോഡക്റ്റ് അല്ല, ഇത് രണ്ടും പിശാചിന്റെ പ്രോഡക്റ്റ് ആണ്. പിശാചിന്റെ പ്രോഡക്റ്റ് ആണ് പക, അല്ലേ? പകയ്ക്കുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഒരാൾക്ക് മറ്റൊരാളോട് ദേഷ്യം അല്ലെങ്കിൽ പക ഇല്ലെന്നതാണ് ക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ പകയോ ദേഷ്യമോ ആ ജഡത്തിൽ മറ്റൊരു ജഡത്തോട് ഉണ്ടാകുകയില്ല. കുറച്ച് പല രീതികളിൽ നമ്മൾ ക്ഷമിക്കണം. ഒന്ന്, ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തോട് നമ്മൾ ക്ഷമിക്കണം. അടുത്ത പോയിന്റാണ്, ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തോട്. അതെന്താ കാര്യം? നമ്മൾ ഉറ്റവരായി സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു പാപം ചെയ്താലും ആര് ക്ഷമിക്കണം? കാരണം ദൈവം ക്ഷമിച്ചെങ്കിൽ നീ ക്ഷമിക്കണം. ആ, അല്ലേ? യേശു ആരോട് ക്ഷമിച്ചേ? യേശു ആരോട് ക്ഷമിച്ചേ? പാപികളോട്. പാപികളോട്. നമ്മളാരാ? പാപികൾ. യേശു നമ്മളോട് ക്ഷമിച്ചെങ്കിൽ, പാപികളായ നമ്മളോട് ക്ഷമിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള പാപം നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന പാപപ്രവൃത്തി കൊണ്ട് ഒരു പക്ഷേ ഞാൻ ഒരു അപ്പൻ്റെ അമ്മയുടെ മകനാണ്, അല്ലേ? എന്റെ അപ്പനും അമ്മയും ഞാനൊരു പാപം ചെയ്തു എന്ന് കണ്ടാൽ അവരെന്ത് ചെയ്യാൻ പറ്റണം? ചിലർ പറയാറില്ലേ, അവൻ അത് ചെയ്തതുകൊണ്ട് ഇനി ഞാൻ എന്റെ വീട്ടിലെത്തിയില്ല. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഹലോ, അവൻ ഇന്ന പ്രവൃത്തി ചെയ്തതുകൊണ്ട് ഇനി ഞാൻ അവനെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രവൃത്തിയല്ല, അത് ജഡത്തിന്റെ പൂർണ്ണമായ ഒരു പ്രവൃത്തിയാണ്. അവൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം ഒരു വ്യക്തി ചെയ്യുന്ന പാപത്തോട് ക്ഷമിക്കാൻ ജഡത്തിന് പറ്റണം. അലിസാറ്റി ഓക്കെയാണോ? ഇല്ല. പാപത്തോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അടുത്തൊരു പോയിന്റ്, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയോട് ക്ഷമിക്കണം. ഹലോ, അപ്പൊ ഇതെന്താ പ്രവൃത്തി? ആ കണ്ണാടി ഒഴിച്ചു കളയുന്ന പ്രവൃത്തി. ഹലോ, അതാരാണ് ചെയ്തെന്ന് തോന്നുന്നു. നമ്മുടെ സഭയിൽ ആരോ കല്ല് എന്താ കണ്ണാടി എന്ത് ചെയ്തു? അല്ല, കണ്ണാടി ഒഴിച്ചോ? കണ്ണാടി ഒഴിച്ചോടെ കൈ നോക്കി. അമ്മച്ചിയുടെ കണ്ണാടി ഒഴിച്ചു കളഞ്ഞവരാരും ഇവിടെ ഇല്ല. എന്താ പ്രവൃത്തി? ഒരു ജഡം ഒരു പ്രവൃത്തി ചെയ്യുക. എന്ത് പ്രവൃത്തി ചെയ്യും? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞേ നിത്യ എന്താണ് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി? മോശമായ ഒരു പ്രവൃത്തി എന്താണ്? ഒരു ക്ലാസ്സല്ലേ, അപ്പൊ അങ്ങോട്ടും കൂടെ സംസാരിച്ചു കൊടുക്കൂടെ? അപ്പോഴല്ലേ നമുക്ക് അത് ഉറക്കത്തിൽ നമുക്കൊരു, അല്ലേ? എന്താണ് പ്രവൃത്തി? കള്ളം പറയുക. ഓക്കെ, ഇച്ചിരൂടെ കടന്നു കട്ടെടുക്കുക, അതൊരു പ്രവൃത്തിയാണ്.
ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മോഷണം. തന്റെ മകൻ മോഷ്ടിച്ചിട്ട് വന്നെന്ന് ആഗ്രഹിക്കുക. അപ്പനും അമ്മയും മനസ്സിലാക്കില്ല. ക്ഷമിക്കാൻ പറ്റുമോ? അപ്പോ എവിടെയാണെന്ന് അറിയാമോ? മൂലി വെച്ചിരിക്കുന്ന ചൂല് എടുക്കാൻ. എവിടെയോ വെച്ച് കാണുന്നില്ലല്ലോ. ആ ചൂല് എടുത്തോണ്ട് വന്നിട്ട് അടിക്കാനാ ഓടുന്നത്. പക്ഷെ ചൂല് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മാറ്റി വെച്ചു. നമ്മൾ ഓടി ചെന്നാൽ എന്ത് ചെയ്തത്? ചൂല് കിട്ടരുത് അല്ലേ? പപ്പനും മമ്മിയൊക്കെ വടി ഒളിപ്പിച്ചു വെക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും അല്ലേ? അദ്ദേഹത്തെ വടി എവിടെയാ? ഒളിച്ചോ? ഒരു പ്രവൃത്തി ചെയ്തിട്ട് വന്നാൽ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു വിവാഹം നടത്തി, നമ്മുടെ മകൻ ഈ വിശ്വാസ പ്രമാണത്തിനെതിരായി വിവാഹം കഴിച്ചു. ക്ഷമിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ നാം പോകണം. അപ്പൊ അറിയാം ക്ഷമിക്കാൻ പറ്റുമോ? നമുക്ക് നിയമില്ല. ഈ ജഡത്തിന് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഈ ജഡത്തിന് ക്ഷമിക്കാൻ പറ്റുമോ? എപ്പോ? ആ കൃപയുടെ സ്ഥാനം കണ്ടോ? ദൈവത്തിന്റെ കൃപ അധികമായി നമ്മുടെ ജഡത്തിൽ വസിക്കുന്നെങ്കിൽ 7 അല്ല 70 വട്ടമല്ല 700 അല്ല 7000 വട്ടമല്ല മരണം വരെ ക്ഷമിക്കും. ഹലോ, കണ്ടോ? മരണം വരെ. നീ ദൈവപുത്രനാണെങ്കിൽ എന്ത് ചെയ്യാം? ക്രൂശിന്ന് ഇറങ്ങി വാ. അത് കൂടെ ഓർമ്മ അല്ലേ? അവൻ ദൈവപുത്രനാണെങ്കിൽ എന്ത് ചെയ്യട്ടെ? അവനെ തന്നെ രക്ഷിക്കട്ടെ. അത് കേട്ടിട്ട് നമ്മളെന്താണ് അല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്തേ? ഞാൻ ദൈവപുത്രനാണെന്ന് കാണിക്കാൻ ചെയ്തേ? ചാടി ഇറങ്ങിയാണ്. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അവന്റെ മുഖത്ത് അടിച്ചതും കുപ്പിയതും മുഖത്തെ രോമം പിടിച്ചു വലിച്ചതും മുൾക്കീഴം വെച്ച് അടിച്ചതും അവന്റെ പുറം എന്താ ഉഴവുചാല് പോലെ കീറിയതും പടയാളികൾ അപ്പുറത്തിൽ കൊന്തം കൊണ്ട് കുത്തിയതും അല്ലെങ്കിൽ ആ മര കുരിശ് അവന്റെ തോളിൽ വെച്ച് കൊടുത്തിട്ട് നടക്കാൻ വയ്യത് വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും പോയതും എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? അവനോട് ക്ഷമിക്കാനുള്ള കൃപ യേശുവിനുണ്ടായിരുന്നു. അവസാന നിമിഷം രക്തം വാർന്ന പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാനികയാൽ ആ ക്ഷമയുടെ ആഴം കണ്ടോ? സിമ്പിളല്ല, സിമ്പിളല്ല, ഒന്നുമില്ല. സിമ്പിളല്ല. ഇതൊക്കെ പറയുമ്പോ സിമ്പിളാണ്. ക്ഷമിക്കോ? ഞാൻ ക്ഷമിച്ചേക്കാം. നമ്മുടെയൊക്കെ ക്ഷമ എങ്ങനെയാ? ചെറിയ തെറ്റാണെങ്കിൽ ക്ഷമിക്കും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെ പിന്നെ ചെയ്തെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ക്ഷമ കൊടുത്തതാ, പുള്ളി പിന്നെ അത് ചെയ്തുകൊണ്ട് വന്നിരിക്കാം. ഞാൻ ചെയ്യില്ല. സഹോദരനോട് എങ്ങനെയാണോ പറഞ്ഞത്? സഹോദരനോട് കർത്താവേ യേശുവാ പറഞ്ഞത് കേട്ടോ. അപ്പോസ്തലന്മാരല്ല പറഞ്ഞ, യേശു തന്നെയാ പറഞ്ഞേ. സഹോദരൻ നിന്നോട് 7 വട്ടം അല്ല 70 വട്ടം ചെയ്താൽ ക്ഷമിക്കണം. അതിനൊരു നമ്പർ ഇല്ലെന്നർത്ഥം. 7 എന്നുള്ളൊരു നമ്പർ അല്ല അവിടെ ദൈവത്തിന് പ്രത്യേകത, അല്ലെങ്കിൽ അവിടെ ദൈവം ഉൾക്കൊള്ളുന്നതല്ല. മരണം എന്നുള്ളത് മരണം വരെ. അത് വലിയ പാടാണ്. അത് ക്ഷമിക്കാനൊക്കെ വലിയ പാടാണ്. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ അടിച്ച് പിടിച്ച് ജീവിക്കുക. എങ്ങനെ കണ്ടോ? എങ്ങനെ ജീവിക്കുന്നേ കണ്ടോ? അത് ക്ലാസ് കഴിയുമ്പോ മനസ്സിലാവും. ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. അവര് ക്ഷമിച്ചാൽ മതിയോ, അവരുടെ ഉള്ളിൽ വരും ഉണ്ടെങ്കിൽ ക്ഷമിക്കണോ എന്നുള്ളത്. അത് പറഞ്ഞത്. അഞ്ചാമത്തേത് പ്രവൃത്തി. ആറാമത്തേത് ഒരു വ്യക്തിയുടെ ഇടപാടുകൾ. ഒരു വ്യക്തി നമ്മളോട് ചെയ്യുന്ന ചില ഇടപാടുകളുണ്ട്. വീതം കിട്ടേണ്ടത് തരാതെ ഒരു ഇടപാടാണ്. മക്കൾക്ക് അപ്പം കൊടുക്കേണ്ട വീതം കൃത്യമായി കൊടുക്കാതെ ആ ഇടപാട് ലംഘിച്ച് അപ്പൻ കൊടുത്താൽ അത് ക്ഷമിക്കാൻ പറ്റൂ. 500 ഏക്കർ സ്ഥലമുള്ള അപ്പൻ 5 മക്കളുണ്ട്. ഒരു മകൻ എത്ര ഏക്കർ വെച്ച് കൊടുക്കണം? നമുക്ക് 1 ഏക്കർ തന്നു. ക്ഷമിക്കൂ?
ബാക്കി 99 അമ്മ എടുത്തു. 1 ഏക്കർ നമ്മൾ വിശ്വാസത്തിൽ പോയതിന്റെ പേര് കുറഞ്ഞു പോയി. നിസ്സാര കുറഞ്ഞു, 99 ഏക്കർ കുറഞ്ഞു പോയി. നമുക്ക് 1 ഏക്കർ കിട്ടി. 1 സെന്റ് പോലും ഇല്ലാത്ത ആൾക്കാരുള്ളപ്പോഴാണ് നമുക്ക് 1 ഏക്കർ കിട്ടിയത് കേട്ടോ. ക്ഷമിക്കാൻ പറ്റുമോ? ഇവിടെ വന്നിരുന്ന് ഞാൻ എഴുതുന്നത് കണ്ടില്ല നിങ്ങൾ. ഇവിടെ വന്നിരുന്ന് എഴുതുക. ദൈവാത്മാവ് ഇങ്ങനെ എഴുതുന്നതാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലാതെ വേറെ റെഫറൻസ് എടുത്തല്ല. ദൈവത്തിന് ആത്മാവ് ചോദിക്കുന്നത്, ഇടപാടുകൾക്കകത്ത് വിഘ്നം സംഭവിച്ചാൽ ക്ഷമിക്കാൻ പറ്റുമോ? എന്താ ഇടപാട്? ഒരു ഇടപാട് പറഞ്ഞേ. അമ്മ ആടിനെ വിട്ടിട്ട് പൈസ എത്തിയില്ല, എന്റെ തന്നില്ല, എന്നെ വളർത്തിയതരാ. ഞാൻ വെയിലും മഴയും കൊണ്ട് റബ്ബർ തോട്ടത്തിൽ കൂടെ ഒക്കെ പോയി അതിന് തീറ്റയും പുല്ലൊക്കെ പറിച്ചു കൊടുത്ത് അതിനെ വളർത്തിയത് ഞാനാ. പക്ഷെ അമ്മ എത്തുന്നില്ല, ആ കാശ് തന്നില്ല. ആ ഇടപാട് ക്ഷമിക്കാൻ പറ്റൂ? ഇനി മേലെ നമ്മുടെ ആടിനെ കൊണ്ട് തീർക്കരുത്, എന്റെ അടുത്തേക്ക് വന്നെങ്കിൽ. മക്കള് അമ്മയ്ക്കും അപ്പനും ജീവിക്കാനുള്ളത് കൊടുക്കണം, കിട്ടുന്നില്ല, ക്ഷമിക്കാൻ പറ്റൂ? തിരിച്ചിട്ട് കാര്യമില്ല, ക്ഷമിക്കണം. ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും തരാത്തതുകൊണ്ട് ഇനിയിപ്പോ വേറെ പ്രതീക്ഷയൊന്നുമില്ല. ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനല്ല, അങ്ങനെ ക്ഷമിക്കാനില്ല. എന്റെ കുഞ്ഞ് എനിക്ക് തന്നാലും ഇല്ലെങ്കിലും അവൾ എന്റെ മകളാണ്, അവൻ എന്റെ മകനാണ്, അവനെ ഞാൻ സ്നേഹിക്കും. ഈ ഞാൻ പഠിപ്പിച്ചു വരുന്നതിനകത്ത് ഈ ജഡത്തിന്റെ പ്രവൃത്തികൾക്കകത്തുള്ള ഒരു പോയിന്റാണ്, നമ്മൾ കളയേണ്ട പോയിന്റാണ് എന്ത്? ഈ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തലത്തെ കളഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കാനുള്ള ആ തലത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഫീൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. എന്താ പറയുമോ? അല്ല, സ്നേഹം. അത് പറയുന്നുണ്ട്, അത് പോയിന്റായിട്ട് ഞാൻ പറയുന്നുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ല. അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ആ കൃപ ലഭിക്കും. അപ്പൊ ലഭിക്കുമ്പോ അതിനകത്ത് ഫില്ല് ചെയ്യേണ്ട ഒരു വിഷയമാണ് സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹമുണ്ട്. നമ്മള് മക്കളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്നേഹമില്ല. മക്കളോട് സ്നേഹിക്കുന്നില്ലെങ്കിലും ക്ഷമിക്കുന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? അവളോട് ഇല്ലെന്നുള്ളൂ, അല്ലെങ്കിൽ അവനോട്, ആ പർട്ടിക്കുലർ വ്യക്തിയോട് മാത്രം ഇല്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സ്നേഹം നിർവ്യാജ സ്നേഹമായിരിക്കണം, അല്ലെ? ത്യാഗമില്ലാത്ത സ്നേഹം. എന്താ പറയുന്നത്? ക്ഷമിച്ചിട്ട് സ്നേഹിക്കണം. ക്ഷമിക്കാതെ ഞാൻ സ്നേഹിക്കുന്നു പറയുന്ന കപടം. സ്നേഹിക്കുന്നില്ലെങ്കിൽ ക്ഷമിക്കുന്നില്ലെന്ന് അർത്ഥം. ക്ഷമിക്കാതിരിക്കുന്ന ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്നേഹിക്കണം എന്നുള്ള സബ്ജക്ട് വേറെയാണ്, നമ്മൾ പഠിക്കും. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് പഠിക്കും. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്നത് എന്താണ്? ക്ഷമ. ഇത് നമ്മൾ പഠിക്കുന്നത് ക്ഷമ. അപ്പൊ നമ്മളിത് 6ാമത്തെ പോയിന്റ് ഇടപാടുകളോട് ക്ഷമിക്കണം. 7ാമത്തെ പോയിന്റാണ് പാപത്തോട് ദൈവം ക്ഷമിക്കാനാൽ ചില രോഗങ്ങൾ ജഡത്തിൽ പിടിപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇതിനൊക്കെ വാക്യമുണ്ടോ? പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ ചുമ്മാ പോലെ പഠിപ്പിക്കും. പാപത്തോട് ദൈവം ക്ഷമിക്കാനാൽ, ആരുടെ പാപത്തോട്? ഒരു വ്യക്തിയുടെ, ഒരു ജഡത്തിന്റെ പാപത്തോട് ദൈവം ക്ഷമിക്കാനാൽ ആ വ്യക്തിയുടെ ജഡത്തിൽ എന്തുവരും? രോഗം വരാനുള്ള. അപ്പൊ പാപം മൂലം രോഗം എന്ത് ചെയ്യും? ജഡത്തിനുണ്ടാവും, അല്ലേ? കാലാവസ്ഥ മൂലം രോഗം ഉണ്ടാവും, അല്ലേ? പിന്നെ എന്തെങ്കിലും രോഗം ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും രീതിയിൽ രോഗം ഉണ്ടാകും. കാലാവസ്ഥ കൊണ്ടുണ്ടാവും. പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം. പകർച്ച വ്യാധികളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ കുട്ടിനകത്തുകൂടി രോഗങ്ങൾ ഉണ്ടാകാം. എന്നുവെച്ചാൽ ചില ബാക്ടീരിയകൾ രോഗം ഉണ്ടാക്കും. എന്നാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരു രോഗമാണ് പാപം മൂലമുള്ള രോഗം. അപ്പൊ പാപം ക്ഷമിക്കപ്പെട്ടില്ലെങ്കിൽ
നമ്മുടെ ശരീരത്തിൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹലോ, അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയുള്ള സംഭവമൊന്നും ഇല്ല. ഞങ്ങൾ ഇന്നുവരെ അങ്ങനെയൊന്നും, ചില ഭൂതമൊക്കെ ഇളകുമ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഭൂതം ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണാൻ പറ്റത്തില്ല. ചില ഭൂതം പറയും. ഞാൻ ഇത്ര വർഷമായിട്ട് അവനോട് ഇതില്ല, ക്ഷമിച്ചിട്ടില്ല, ഞാൻ ക്ഷമിക്കത്തില്ല. ഈ രോഗം കഴിയാതെ അത് ഞാൻ ക്ഷമിക്കാത്തതുകൊണ്ട്. അപ്പൊ രോഗം ജഡത്തിൽ വരാൻ പാപം ഒരു കാരണമാണ്. ദൈവം പാപം ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ രോഗത്തിനടിമയായിരിക്കും. അടുത്തത് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മനഃപൂർവമായിരിക്കണം. എന്താ അർത്ഥം? ഞാൻ ക്ഷമിച്ചു, നിത്യയോട് അല്ലെങ്കിൽ സ്നേഹയോട് ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നും വന്ന ക്ഷമയായിരിക്കും. നമുക്കൊരാൾ കടപ്പെട്ടിരിക്കുന്നതിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, നമ്മൾ എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണോ വന്നേ? അല്ല. അങ്ങനെ ഒന്നും ക്ഷമിക്കാൻ അവനെനിക്ക് കാശ് തരാണോ? അവനോടൊന്നും അങ്ങനൊന്നും, ഞാൻ ആ വേഗത്തിൽ കിടന്ന് പണി എടുത്തതാണ്, അവനെ പണി എടുപ്പിച്ചതാണ്. അവനോട് എനിക്ക് എന്തേ പറ്റില്ല. ആകാശം പേടിക്കും. ആ ക്ഷമയല്ല. ഒരാളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു വിശ്വാസി തന്റെ ജഡത്തെ ക്രമീകരിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? മനഃപൂർവ്വം ക്ഷമിക്കണം. ലേശം പോലും പിന്നെ ബാക്കി എത്തുണ്ടാവരുത്. ഹൃദയത്തിലുണ്ടാവും. മനഃപൂർവ്വം അല്ല ക്ഷമിച്ചെങ്കിലും കുറച്ച് വെച്ചിട്ടുണ്ട്. എപ്പോഴേലും നമുക്ക് അവസരം കിട്ടുമ്പോൾ പണി തരാനുള്ളത് കുറച്ച് ഞാൻ എന്തുണ്ട്, അന്ന് ഞാൻ ക്ഷമിച്ചു ഇങ്ങനെ പറയും. കുറച്ച് വെച്ചിരിക്കുന്നത് പറയുന്നത് അറിയാമോ? അന്ന് ഞാൻ ക്ഷമിച്ചേ, പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. പക്ഷെ ഇന്നും നിങ്ങൾ എന്നോട് അത് ചെയ്യുമ്പോൾ അന്ന് ചെയ്തു മിനിഞ്ഞാന്ന് ചെയ്തു കൂട്ടി ഞാൻ ഇന്ന് തരും. നമ്മൾ ക്ഷമിക്കണോ? അല്ല. മനഃപൂർവമായ ക്ഷമ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് അതിനെ വാഷ് ചെയ്ത് കളഞ്ഞു, ക്ലീൻ ആക്കി കളഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ പിന്നെ എന്തില്ല? വൈരാഗ്യമില്ല. വൈരാഗ്യം, പക ഉള്ളപ്പോഴാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെക്കുന്നത്. നാളെ ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം? അമ്പ്. നമ്മുടെ പുറകിലുണ്ട്, ആവാരികയിലുണ്ട്, അമ്പുണ്ട്. പലപ്പോഴും 10, 12, 15 വർഷമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 10, 15 വർഷമായി. 15 വർഷമായിട്ട് ഈ അമ്പ് 15 അമ്പ് അവിടെ ഇരിപ്പുണ്ട്. ഓരോ വർഷം ചെയ്തത് ഈ അമ്പ് പുറകിരിപ്പുണ്ട്. ആവശ്യമുള്ളപ്പോൾ പുള്ളി എടുക്കും, ഏറ്റവും. അങ്ങനല്ല കേട്ടോ. മനഃപൂർവമായി ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയംഗമായി ക്ഷമിക്കുക. ആമേൻ. 9ാമത്തെ പോയിന്റ്, നമ്മൾ ആരോടൊക്കെ ക്ഷമിക്കണം? നമ്മൾ ആരോടാ ക്ഷമിക്കണ്ടേ? എല്ലാവരോടും ക്ഷമിക്കണം. പക്ഷെ അത് നമുക്ക് തരംതിരിച്ച് പഠിക്കണം. ഒന്ന്, ലോകക്കാരോട് നമ്മൾ ചെയ്യണം. എന്താ ലോകക്കാര്? നമ്മൾ ചുറ്റും താമസിക്കുന്ന അല്ലേ, അയൽവാസികൾ, പിന്നെ ഈ ദൈവത്തെ കാണാത്തവര്, ഇവരോടൊക്കെ ചെയ്യണം. അവർ തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം. അല്ലെങ്കിൽ ഈ ജഡം കൊണ്ടൊന്നും കാര്യമില്ല. ജഡം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. ബാക്കിയുള്ള വാക്യം നമ്മൾ വാക്യത്തിലേക്ക് വരുന്നുണ്ട്. എന്ത് ചെയ്യണം? ലോകക്കാരോട് ക്ഷമിക്കണം. അതിനകത്ത് തന്നെ ആരോടൊക്കെ ക്ഷമിക്കണം എന്നുള്ളത്. 2, ലോകക്കാരോട് പറയുമ്പോൾ മനുഷ്യരോട്. ഇനി ഈ മനുഷ്യരോട് പറയുമ്പോൾ അതിനകത്ത് വരുന്ന 3 പോയിന്റാണ്. 1, ബന്ധങ്ങൾ. മനുഷ്യരോട് പറയുന്നതിനകത്ത് 1 ബന്ധങ്ങൾ, 2 സ്വന്തക്കാർ. ബന്ധങ്ങൾ, എല്ലാ ബന്ധവും നമുക്ക് സ്വന്തമല്ല. ഹലോ, എല്ലാ ബന്ധവും നമുക്ക് സ്വന്തമാണ്. അല്ല, സ്വന്തക്കാർ വേറെ അല്ലേ? ഓ, അവൾ എന്നോട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ, കാരണം അവള് എന്റെ ബന്ധക്കാരിയല്ലേ, അവൾ എന്നോടത് ചെയ്യാൻ. അവളൊരു ലോകക്കാരി ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേ? ക്ഷമിച്ചേ. അപ്പൊ നമ്മൾ എവിടെ ക്ഷമിക്കണം? ബന്ധങ്ങൾക്ക് അകത്ത് ചെയ്യണം, ക്ഷമിക്കണം. പിന്നെ മിത്രങ്ങൾ. ലോകക്കാരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യരോട് മുഴുവൻ ക്ഷമിക്കണം. മനുഷ്യരെന്ന് പറയുമ്പോൾ 3 ഘടകങ്ങളാണ്: ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മിത്രങ്ങൾ. 3 പേരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. 10ാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ശരിയാണ്,
ക്ഷമിച്ചു കഴിഞ്ഞാൽ അവിടെ ഫില്ല് ചെയ്യേണ്ട ആത്മീക ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹമാണ്. ക്ഷമിച്ചു കഴിഞ്ഞാൽ ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിപ്പോ ഒരു വ്യക്തിയോട് ചെയ്യാൻ പോവാം, ക്ഷമിക്കാൻ പോവാം. ക്ഷമിക്കാൻ ചെല്ലുന്ന സമയത്ത് ക്ഷമിച്ചു, ആ പ്രോസസ്സ് കഴിഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ ഹൃദയംഗമായി ക്ഷമിക്കോ ക്ഷമിക്കാതിരിക്കോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിന്റെ ഭാഗത്ത് ചെയ്യണം, ക്ലിയർ ആക്കണം. അപ്പം യേശുവിന്റെ നാമത്തിൽ എന്നോട് ചെയ്യണം, ക്ഷമിക്കണം. അത് ആര് ചോദിച്ചു? ഞാൻ ലിസിയാൻഡിയോട് ചോദിച്ചു. ലിസിയാൻഡി ക്ഷമിക്കുവോ ഇല്ലയോ എന്നുള്ളത് ലിസിയാൻഡിയുടെ ജഡവും ദൈവമായിട്ടുള്ള കണക്ഷനാണ്. മനസ്സിലായി? എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ ഞാൻ ചെയ്യണം, അത് ചോദിക്കണം, ക്ഷമ ചോദിക്കണം. ഈ ക്ഷമ ചോദിക്കുന്ന സ്ഥാനത്ത് ക്ഷമ ലഭിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ചോദിച്ച വ്യക്തി ഫില്ല് ചെയ്യുന്ന ഒരു വരമാണ് സ്നേഹം. ആ ക്ഷമ ചോദിക്കുന്ന നിമിഷം തൊട്ട് നിന്നിൽ നിന്ന് പുറത്തു വരണം സ്നേഹം. ഇനി അത് വരുന്നില്ലെങ്കിൽ നിന്റെ ചോദ്യം വെറുതെ. പാസ്റ്റർ നിന്നെ നിർബന്ധിച്ചതുകൊണ്ടാണ് നിന്റെ ഇത്, അല്ലെങ്കിൽ അച്ഛനെ പുറകെ നടന്ന് എന്ത് ചെയ്യുന്നു, ശല്യം ചെയ്തുകൊണ്ട്. അങ്ങനെ ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല. ക്ഷമിക്കണമെങ്കിൽ ആത്മാർത്ഥമായി നാം ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയോട് പോയി നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമ ചോദിക്കണം. ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചെയ്തെന്ന് നിനക്ക് തോന്നിയാൽ, ഹലോ, ആരെങ്കിലും പറഞ്ഞേ, ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചെയ്തു എന്ന് നിനക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട്, ഹലോ, നേരത്തെ ചോദിച്ചിട്ടുണ്ട് എവിടെ നോക്കണ യാഗവസ്തു? നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ മുട്ടുമടക്കുന്നതിന് മുമ്പ്, പ്രാർത്ഥനാ മുറിയിലേക്ക് നീ കയറുന്നതിന് മുമ്പ്, ആരാധിക്കാൻ നീ വരുന്നതിന് മുമ്പ് നിന്റെ യാഗവസ്തു കൊടുക്കണം. എന്താ നിന്റെ യാഗം? സ്തോത്രം എന്ന യാഗം. ഹലോ, ആരാധന, ദൈവത്തോടുള്ള ആരാധന, ദൈവത്തോട് അടുത്ത് വസിക്കുന്നത്. ആ പ്രവൃത്തിയിലേക്ക് നീ പോകരുത്. നീ എന്ത് ചെയ്യണം? ഒരു നിമിഷം ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കർത്താവേ നാളെ രാവിലെ വെളുക്കുന്ന സമയത്ത് ഞാൻ അവിടെ വരുന്നു പോയി ക്ഷമ പറഞ്ഞു. ആയുസ് എത്രയെന്ന് ആർക്കും എന്തില്ല, അറിയില്ല കേട്ടോ. യേശു നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയി. യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താ അറിയാം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയ ശേഷം ഞാൻ വന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഇനി ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ ആ നിങ്ങളുടെ എണ്ണത്തിനകത്ത് നമ്മൾ പട്ടുപോയവരുടെ കൂട്ടത്തിലായി പോകരുത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദം പ്രാപിക്കുന്നവർ ചുരുക്കം എന്ന് പറഞ്ഞാൽ യേശു ഭവനം പണിയാൻ പോയി, പക്ഷെ ഓട്ടം തുടങ്ങിയ പലരും ഓട്ടക്കളത്തിൽ വീണുപോയി. ക്ഷമിക്കാൻ പറ്റാത്തതാണ് ചില പൈശാചിക പ്രവർത്തനങ്ങൾ കുടുംബത്തിനകത്ത് തുടങ്ങുന്നതിന്റെ മെയിൻ കാരണം. മനഃപൂർവമായി ഞാൻ ചോദിക്കുക, ആരോടെങ്കിലും നിങ്ങൾക്ക് ക്ഷമിക്കാനുണ്ടെന്ന് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെയാ? നിങ്ങൾ അവരോട് ചെയ്ത തെറ്റല്ല, അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ. ഞാൻ അവരോട് ചെയ്ത് കണക്കിടത്തില്ലെന്നല്ല, ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരാണ് നമ്മളോട് ചെയ്തതെങ്കിൽ എനിക്കൊരു വാക്ക് ക്ഷമ ചോദിക്കണം കർത്താവ് എന്ന് ഹൃദയത്തിനകത്ത് താല്പര്യമുള്ള കാര്യങ്ങൾ കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ അഭിമാനം ഒന്നും ഇടിഞ്ഞു പോകത്തില്ല, അഭിമാനം ഇടിഞ്ഞു പോകത്തില്ല. നരകത്തിൽ പോകുന്നതിന് നല്ലത് എന്ത് ചെയ്യുന്നതാണ്? ഒരു വാക്ക് ക്ഷമ ചോദിക്കുന്നതാണ്. ഹലോ, എന്തിനാ ഈ ഉടുത്തൊരുക്കി നമ്മൾ ഈ നടക്കുന്നത്? എന്തിനാ കൊട്ടാനും പാടാനും പോകുന്നത്? എവിടെ പോകാനാ? അങ്ങോട്ട് പോകില്ല. അത് പ്രതീക്ഷിച്ച് ആരും എന്ത് ചെയ്യണ്ട, പ്രാർത്ഥനയ്ക്ക് വരണ്ട, ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട. സ്വർഗത്തിൽ പോകില്ല എന്ന് 7:70 നമുക്ക് ഓർമ്മിച്ച് പറയാം. പോകില്ല, വചനമുണ്ട്, വചനം പറയാൻ പോവാം. ഹലോ, ആർക്കെങ്കിലും നമ്മളോട് ദേഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് ഫോൺ ചെയ്യണം. എന്തുകൊണ്ട് സഹോദര വിശേഷം? നമുക്കൊന്നുമില്ലല്ലോ, നമുക്ക് കണക്കില്ലല്ലോ. നമുക്ക് ചോദിക്കാൻ എന്തോ സഹോദര വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ, ഭക്ഷണം കഴിച്ചോ, എന്നോട് എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നി, നിനക്ക് എന്തോ ഒരു വിഷമം എന്നോട് ദൈവനാമത്തെ എന്നോട് നീ ചെയ്യണം, ക്ഷമിക്കണ.
ഹലോ, നിന്റെ ശരീരത്തിൽ തെളിയപ്പെടാതെ കിടക്കുന്ന പല രോഗങ്ങളും അപ്പഴി സ്കാൻ ചെയ്തിട്ട് കിട്ടാത്തത്, ഡോക്ടർ പരിശോധിച്ചിട്ട് കിട്ടാത്തത്, സകല രോഗങ്ങൾ അഴിയണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? ദൈവത്തോട് എന്ത് ചെയ്തു? എന്തുകൊണ്ടായിട്ട് പറഞ്ഞേ? നാവുകൊണ്ടായിട്ട് പറഞ്ഞേ കേട്ടോ. വാ തുറന്നാ പറഞ്ഞേ. എന്തിനാ ദൈവം വാ തുറന്ന്? നീ നിന്റെ മനസ്സിൽ പറഞ്ഞാൽ മതി, ദൈവത്തിന് പറയാലോ. ശത്രു അത് കേൾക്കണം. ആര് ശത്രു? സാത്താന്യ ശക്തികൾ, അവന്റെ കോട്ടയ്ക്കകത്തിരിക്കുന്ന അവന്റെ തന്ത്രങ്ങൾ, നമ്മളോട് പോരാടുവാൻ നിൽക്കുന്ന ശത്രു സൈന്യം ഇത് കേൾക്കണം. ഞാൻ സജിൽ എന്ന് പറയുന്ന വ്യക്തി സ്വന്തം രക്ഷിതാവായ ആരെ സ്വീകരിച്ചു? അത് കേൾക്കുന്ന സമയം തൊട്ട് അവനറിയാം ഇനി അവൻ എന്റെ പ്രോപ്പർട്ടി അല്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ തെറ്റ്, നിന്നോടുള്ളത് ദൈവം ഏറ്റു പറയാൻ പറഞ്ഞ നീ ഏറ്റു പറഞ്ഞേ പറ്റും. അതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇല്ല. മാസ്റ്റർ ആണെങ്കിലും കൊള്ളാം, പ്രസിഡന്റ് ആണെങ്കിലും കൊള്ളാം, നീ എത്ര വലിയ സൂപ്രണ്ടന്റ് ആണെന്നെങ്കിലും കൊള്ളാം, സ്വർഗത്തിന്റെ കവാടത്തിനകത്തോട്ടത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നല്ലൊരു ലൈഫ്, ആരോടും കണക്കമില്ലാത്ത, എല്ലാവർക്കും സ്നേഹം മാത്രമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതത്തെ പറ്റി ചിന്തിച്ചു നോക്കി. ആര് എന്നാ ചെയ്താലും ക്ഷമിക്കുന്നില്ല. ക്ഷമിക്കാൻ ക്ഷമിച്ചു. രാവിലെ കാണുമ്പോൾ രാവിലെ എങ്ങനെ പോണേ? തൊട ഇങ്ങനെ ക്ഷമിച്ചതാ. ഇന്നലെ രാത്രി ക്ഷമിച്ചത് അങ്ങനല്ല. നമ്മൾ നേരത്തെ പോലെ മനഃപൂർവ്വമായി ക്ഷമിക്കണം. അടുത്തത്, ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടണം. എങ്ങനെയാണ്? ഞാൻ ആലിസാന്റോട് എന്ത് ചെയ്തു? ക്ഷമിച്ചു. ഞാൻ ആലിസാന്റെ കാണുമ്പോൾ ഒരു പ്രൈസിനോട് സ്തോത്രാക്കി. മാറാനാഥ എത്ര പേര് പറയുന്നുണ്ട്? ഇവരാരും പറയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബൈബിളിനകത്ത് പഠിക്കുന്നവർക്ക് നമുക്ക് ആർക്കും വരുന്നില്ല. അതിമാസം പോലും മാറാനാഥെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മളിത് പഠിക്കുന്നതിനാണ്, നമ്മുടെ ജഡത്തെ നമ്മൾ ട്രൈ ചെയ്യാൻ അല്ലേ? ഇന്ന് മുതൽ നമ്മൾ പറയാൻ ശ്രമിച്ച് കൈ കൊടുക്കാൻ നേരം വരുമ്പോ പ്രൈസിനോട് ദൈവത്തിന് മഹത്വം. പ്രൈസിനോട് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവത്തിന് മഹത്വം. അസ്സലാമു അലൈക്കും എന്താണ് അർത്ഥം? അസ്സലാമു അലൈക്കും. അസ്സലാമു എന്ന് പറഞ്ഞാൽ വന്ദനം, അലൈക്കും ദൈവത്തിന്. അത് തന്നെ അവർ പറയുന്നത്. നമ്മൾ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കുമ്പോ നേരത്തെ പ്രൈസിനോട് പറഞ്ഞൊരു പാസ്റ്റർ കൊടുക്കാനുണ്ടായിരുന്നു. പുള്ളി പോയോ കാര്യം മാറാന്നാണ് പറഞ്ഞില്ല. പുള്ളി പോകാൻ നേരം അല്ല, നമ്മൾ മീറ്റിംഗ് ആരെയൊക്കെ കണ്ട് ആ പുള്ളി തപ്പി വന്നിങ്ങനെ നടക്കുക. ആ ബന്ധം എവിടെ കൊണ്ട് തീർന്നു? ആദ്യത്തെ പ്രൈസുകളോടുകൊണ്ട് തീർന്നു. പിന്നെ നമുക്ക് പുള്ളിയോട് എന്തൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പുള്ളി മകന്റെ ബസ് കയറി പോയി. കർത്താവ് വരാറായെന്ന് പറയാൻ പുള്ളി നിന്നില്ല. പുള്ളിക്ക് വേറെ പ്രൈസുകളോട് കൊടുക്കാനുണ്ട്. ഈശോ ശരിയായിട്ട് മറുപടി എന്നാ? ഇപ്പോഴും എപ്പോഴും. ആര് പറയണം? പുരോഹിതൻ പറയണം. പുരോഹിതനോടല്ലേ പറയുന്നത്? നമ്മളൊരു ചട്ടം വെച്ചിരിക്കുകയാണ്. പുരോഹിതനെ കാണുമ്പോൾ ഈശോ ശരിയായിരിക്കട്ടെ. നമ്മളെ കണ്ടല്ലോ എവിടെയായിരുന്നേ? കണ്ടില്ലല്ലോ. എന്തെങ്കിലും വന്ദനം കൊടുക്കാറുണ്ടോ? ക്രിസ്ത്യൻ വിശ്വാസികൾ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ കാണുമ്പോൾ അന്യോന്യം വന്ദനം ചെയ്തു. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. വ്യക്തിഗത വർദ്ധിപ്പിക്കുന്ന. നമ്മുടെ ബന്ധപുസ്തകത്ത് പലപ്പോഴും ഒന്നില്ല, ഒരു വ്യക്തിത്വം ഇല്ല. അറിയാത്തതുകൊണ്ടല്ല, ചെയ്യാത്തതുകൊണ്ടാണ്. ഹലോ, അപ്പൊ അതുകൂടെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകണേ. വേണോ? വേണം. നമുക്കൊരു വ്യക്തിഗത വികസനം ചെയ്യണം. അല്ല അപ്പൊ തന്നെ മാറാറാവോ പറയരുത്. ഓക്കെ മാറാറാ
അല്ലേ? അങ്ങനല്ലേ? ആ അങ്ങനെ ഒന്നും പറഞ്ഞ് നമുക്കൊന്ന് തുടങ്ങിയാലോ? റെഡിയാണോ? ക്രൈസ്തവരോട് മാറാന്നതൊക്കെ പറയാൻ ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് വിട്ട് ഒരു വാക്കെന്തില്ല, അത് ഓർമ്മ വരത്തില്ല. കാരണം ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും വർഷം നീക്കി പോയി നമ്മൾ ജനത്തെ എന്തിരിക്കുക, ഭക്ഷണം എടുത്തു വെച്ചിട്ട് സ്തോത്രം കർത്താവേ എന്ന് പറയുന്നത് കള്ളം പറയരുത്, അരി അടുപ്പത്തിലും പറയും. അപ്പൊ എങ്ങനെ കുഞ്ഞു വന്നപ്പോ ഞാൻ പ്രാർത്ഥിക്കാൻ പറയും. അവൻ അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കില്ല, ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിക്കാം. അമ്മ പറഞ്ഞു കൊടുക്കുന്ന മലയാളത്തിലാണ്. അപ്പൊ അവന് അങ്ങനെ പ്രാർത്ഥിക്കാം. നീ എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പ്രാർത്ഥിച്ച് അച്ഛനത് കാണണം തോന്നും. പലപ്പോഴും നമ്മുടെ ജോലി തിരക്കുകൾക്കിടയിൽ പിള്ളേരെ വായിക്കാൻ പറ്റുന്നില്ലല്ലേ? അവരെ ബൈബിൾ വായിപ്പിക്കാൻ, അവരെ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ, പഠിപ്പിക്കാൻ. ഒരു 18 വയസ്സായിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കുമെന്നാണ് നിങ്ങൾ വിചാരം? ഹലോ, ഞാൻ വഴക്ക് പറഞ്ഞു അവളെ, അളിയനോടും പറഞ്ഞു ബൈബിൾ വായിപ്പിക്കണം. അവൻ ഏറ്റവും ചെറിയ അദ്ദേഹം തപ്പിയെടുക്കും വായിക്കാൻ, പെട്ടെന്ന് വായിച്ചു തീർക്കാൻ. ബൈബിൾ വായിപ്പിക്കണം. അവരറിഞ്ഞോ അറിയാതെയോ ബൈബിൾ വായിക്കുന്ന, ഞങ്ങളുടെ സ്ഥിരമായി ചെറുപ്പത്തിൽ ഓരോ അധ്യായം വെച്ച് സങ്കീർത്തനം വായിപ്പിക്കുവാണെങ്കിൽ 150 സങ്കീർത്തനം കഴിയുമ്പോൾ അടുത്തത് വായിപ്പിക്കുന്നത് സദൃശവാക്യം. പിന്നെ ഇങ്ങോട്ട് പോകും മത്തായി, മർക്കോസ്. അപ്പൊ അമ്മ ഇപ്പത് പഴയ നിയമം ചെയ്യുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു വരുന്നുണ്ടാവും. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ നമ്മുടെ മക്കൾ കാണുമ്പോൾ അവരെന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. ഇപ്പൊ നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. നമ്മളെന്താ എല്ലാവരും ബിസിയാണ്. ഈ ലോകത്തെ എല്ലാവരും എന്താ പിശാചിന്റെ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവരും ബിസിയാക്കി വെക്കുന്നതാണ്. സമയം 24 മണിക്കൂറിനിടയ്ക്ക്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഗസ്റ്റ് വീട്ടിൽ പോയപ്പോ പപ്പ വൈകുന്നേരം ചോദിച്ചു, എല്ലാവരും പ്രാർത്ഥിക്കാൻ ഇങ്ങനെ ഓട്ടത്തിരിക്കുക. പപ്പ ഞങ്ങൾ ഇന്ന് ഭയങ്കര ആരാധന. പപ്പ എപ്പോഴത്തെയാണ് അളിയും കീബോർഡൊക്കെ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ പാട്ടും ആരാധനയും അങ്ങനെയൊക്കെയാണ്. നല്ല രസമാണ്. അപ്പോ പപ്പ ചോദിച്ചു, ഇന്ന് രാവിലെ ആരെങ്കിലും ബൈബിള് ആരും കേൾക്കില്ല, ആരും വായിച്ചില്ല. വായിക്കുന്നത് ഞാൻ ബിസിയായിരുന്നു. എനിക്ക് 24 മണിക്കൂർ തന്നെ പപ്പയ്ക്ക് കിട്ടിയത്. പപ്പ 3-4 അധ്യായം തീർന്നു വായിച്ചു. നമ്മളെന്താ? നമ്മൾ ബിസിയാണ്. ദൈവിക കാര്യങ്ങൾക്കകത്ത് മാത്രമേ നമുക്ക് ഈ ബിസി ഉള്ളൂ കേട്ടോ. സകല ഭൗതിക കാര്യങ്ങളിൽ നമുക്ക് സമയമുണ്ട്. നാളെ എവിടെ പോകണം? നമുക്ക് അങ്കമാലി വരെ മെട്രോയിൽ കയറാൻ പോകണം. സമയമുണ്ടോ? എപ്പോഴാ വർഷം പോകേണ്ടത്? നാളെ ഞാൻ രാവിലെ ഒക്കെ ആടിനൊക്കെ അഴിച്ചെടുക്കാൻ പോയിട്ട് വന്നാൽ പിന്നെ നമ്മൾ 2 മണിയൊക്കെ ആകുമ്പോൾ ഊണൊക്കെ കഴിച്ചാൽ ഫ്രീ ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് നാളെ ആരൊക്കെ ഫ്രീ? ഒരു പരസ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഫ്രീ ഉണ്ട്? അതുകൊണ്ട് ദൈവകാരി ആയതുകൊണ്ട് ഈ ജഡത്തിനൊന്നും താല്പര്യമില്ല. അത് വേണ്ട. ഇനി നിങ്ങളെ ട്രെയിനെ കയറ്റാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ പരസ്യം കൊണ്ടുപോകും. എന്താ ഇത് പറഞ്ഞ സ്ഥിതിക്ക് പാസ് ചോദിച്ചാലും ഞങ്ങൾക്ക് ഒഴിവില്ലെന്ന് തന്നെ ഞങ്ങൾ പറയും. മെട്രോയിൽ കയറാൻ വിളിച്ചാലും തീരാ. ഓ ഞങ്ങൾക്ക് നാളെ സമയം മെട്രോയിൽ കയറാൻ അവരുണ്ട്. പ്ലെയിനെ കയറാത്തവരുണ്ട്. ഫ്ലൈറ്റ് കയറാത്ത കയറിണ്ടോ? കയറണ്ടേ? ഞാൻ എവിടെ പോകാതെ ഈ പ്ലെയിനെ കയറിയല്ലേ? പോണം. ഈ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അറിഞ്ഞിരിക്കണം. റോക്കറ്റിനെ കയറാൻ ഞാൻ പറയത്തില്ല, അറ്റ്ലീസ്റ്റ് പ്ലെയിനിലേക്ക് എഴുതണം. ഒന്ന് കയറണം.
നമ്മുടെ ജീവിതത്തിനകത്ത് ജഡത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം ചെയ്യാൻ ജഡം റെഡിയാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവനാമത്തിന് വേണ്ടി ചോദിച്ചാൽ ജഡം നോ പറയും. ഇന്ന് രാത്രി നാം അത് തിരിച്ചറിയുവാനായി ചെയ്യട്ടെ. ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹം ഇല്ല എങ്കിൽ ക്ഷമ നടന്നിട്ടില്ല എന്നർത്ഥം. സ്നേഹം വെളിപ്പെട്ടില്ലെങ്കിൽ ക്ഷമ നടന്നില്ല എന്നർത്ഥം. അല്ലാതെ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ സ്നേഹം വെളിപ്പെടണം, ഇല്ല എങ്കിൽ ക്ഷമ നടന്നിട്ടില്ല എന്നർത്ഥം. 12ാമത്തെ പോയിന്റ്, നമ്മൾ എങ്ങനെ ക്ഷമിക്കണം? അതിനേക്കാൾ ഇച്ചിലൂടെ കടന്നു പറഞ്ഞേ. ഹൃദയപൂർവ്വം ക്ഷമിക്കണം. ആരെ മാതൃകയാക്കണം? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കണം. ബാക്കിയുണ്ടോ? അതിന് കഴിയത്തില്ലല്ലേ? അതിന് കർത്താവ് ക്ഷമിച്ചതുപോലൊന്നും പറ്റത്തില്ല. പകുതി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ക്ഷമിക്കാം. 12ാമത്തെ പോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ. അത് പറ്റത്തില്ലെന്ന് പറയുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ പാപങ്ങളും കർത്താവ് ചെയ്യില്ല. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും കർത്താവ് ചെയ്യില്ല, ക്ഷമിക്കില്ല. ഒരു കോംപ്രമൈസ് വരത്തില്ല. ആ വാക്യത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 13ാമത്തെ പോയിന്റ്, ഹൃദയപൂർവം നിർബന്ധത്താലല്ല പ്രവൃത്തിയിൽ വെളിപ്പെടണം. ഹൃദയപൂർവ്വം ക്ഷമിക്കണം, നിർബന്ധത്താലല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടണം. ഇന്ന് മുതൽ നമ്മുടെ ജഡം അത് പ്രവൃത്തിയിൽ വെളിവാക്കണം. ക്ഷമിച്ചു 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 എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രവൃത്തിയിൽ. ഇന്നലെ വരെ നേരെ കണ്ടാൽ വീണ്ടാത്തതാണെങ്കിൽ നാളെ ഇത് ക്ഷമിച്ചാൽ ഇന്ന് മുതൽ ചെയ്യണം. നേരെ കണ്ടാൽ വിടണം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറി വിടണം. ഇതുവരെ കേറാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ അതിൽ പോകുമ്പോൾ ഒന്ന് കേറണം. ഹൃദയപൂർവ്വം, നിർബന്ധത്താലല്ല, അത് നമ്മുടെ പ്രവൃത്തിയിൽ വെളിപ്പെടണം. 14, മനഃപൂർവ്വമായി ക്ഷമിച്ചുവെങ്കിൽ പുതിയ തുടക്കം വെളിപ്പെടുവാൻ ഇടയാകണം. എവിടെ? പ്രവൃത്തി. മനഃപൂർവ്വം ക്ഷമിച്ചുവെങ്കിൽ പ്രവൃത്തിയിൽ പുതിയ തുടക്കം വെളിപ്പെടുവാൻ ഇടയാകണം. മനഃപൂർവ്വമായി ഞാൻ ക്ഷമിച്ചു, അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയിൽ പുതിയ തുടക്കം ആ ക്ഷമിക്കുന്ന നിമിഷം മുതൽ ഉണ്ടാകണം. മനഃപൂർവ്വം ക്ഷമിച്ചുവെങ്കിൽ പ്രവൃത്തിയിൽ പുതിയ തുടക്കമായി എന്ത് ചെയ്യണം? വെളിപ്പെടണം. ഈ ക്ഷമ എന്ന് പറയുന്ന പ്രോസസ് ഇതൊരു പ്രവൃത്തിയാണ്. ഇൻവിസിബിൾ ആയിട്ടുള്ള, കാണുവാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയാണ് ക്ഷമ. അല്ലേ? കാണാൻ പറ്റുമോ? അമ്മയോട് മമ്മി ക്ഷമിക്കുന്നത് കാണാൻ പറ്റുമോ? മക്കളോട് അമ്മ ക്ഷമിക്കുന്നത് കാണാൻ പറ്റുമോ? എങ്ങനെ കാണാൻ പറ്റുന്നത്? ക്ഷമ എന്ന് പറയുന്ന പ്രോസസ് കാണാൻ പറ്റത്തില്ലെങ്കിലും കാണാൻ പറ്റുന്ന ഒന്നൊന്ന് പ്രവൃത്തി. മനസ്സിലായി? ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അടുത്തത് വരുന്നത് ഫുഡ് കടയായിരിക്കും. ഹലോ, ഞാൻ ചേട്ടനോട് ഇന്നലെ രാത്രി വഴക്കുണ്ടാക്കി എന്ത് ചെയ്തു? ക്ഷമിച്ചു. രാവിലെ ഫുഡും കടകൾ ഉണ്ടാക്കിയ വേണമെങ്കിൽ എടുത്ത് തിന്നട്ടെ. അത് പ്രവൃത്തിയിൽ വെളിപ്പെടുമ്പോഴാണ് ഇന്നലെ ക്ഷമിച്ചതിന്റെ, നമ്മൾ കാണാതെ ക്ഷമിച്ച ആ പ്രവൃത്തി നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ നമ്മുടെ ജഡത്തെ പഠിപ്പിച്ച് ആ ഫുഡ് വളരണം. ചേട്ടൻ എന്നിട്ട് ചേട്ടനെ പോയിട്ട് ചെയ്യണം, വിളിക്കണം. ചേച്ചിയെ പോയിട്ട് ചെയ്യണം, വിളിക്കണം. ഭർത്താവിനെ പോയിട്ട് ചെയ്യണം, വിളിക്കണം. മക്കളെ പോയിട്ട് ചെയ്യണം, വിളിക്കണം. കുറച്ച് ദിവസമായിട്ട് അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അതുകൊണ്ട് ഇനി അവനൊന്നും തിന്നണ്ട എന്നൊരു തീരുമാനത്തിലാണ് നമ്മളിരിക്കുന്നത്. ആരെയും അബ്ദിയെ നമ്മൾ പറയുന്നൊന്നും തിന്നില്ല, കേൾക്കുന്നില്ല. അപ്പൊ ഇനി ഞാൻ അവന് ചോറ് തരുന്നില്ല, കൊടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ അപ്പച്ചനും അമ്മയൊക്കെ നിൽക്കുന്നത്. പക്ഷെ അബ്ദിയെ വിശക്കുന്നുണ്ട്. അബ്ദിയെ കുറച്ചു നേരമായിട്ട് ചോദിച്ചു നടക്കാൻ ചോറ്, പക്ഷെ ഇവരെ ആരും എത്തിയുന്നില്ല. കൊച്ചിന് ചോറ് അപ്പള കൊച്ചു സജനങ്ങളുടെ വീട്ടിൽ പോയാൽ ചോറ് കിട്ടും അല്ലേ? കൊച്ചെന്ത് ചെയ്യും? അവിടുന്ന് വിളിക്കും, സജനങ്ങൾ ഫ്രീ ആണോ എന്ന് വന്ന് തന്നെ കൊണ്ടുപോകാൻ പറയും. കാരണം എന്താ?
ഇവിടെ ക്ഷമിക്കാതെ കുറച്ച് പേര് കൊണ്ടുവന്നു. പക്ഷെ എന്നോട് പറയാ, ഇവിടെ ക്ഷമിക്കാതെ, ക്ഷമിച്ചെന്നുണ്ടെങ്കിൽ കൊച്ചെന്നെ വിളിക്കുവോ? ഇല്ല. അത് കൊച്ചിന് പ്രവർത്തിയിൽ വെളിപ്പെടും. എങ്ങനെ പറയാമോ? കൊച്ചു വിശക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് ആ വിശപ്പ് തിരിച്ചറിയാൻ പറ്റും. ക്ഷമിച്ചല്ലോ, അവൻ എന്റെ കുഞ്ഞ് ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ക്ഷമിച്ചു. അവനോട് ഞാൻ എന്ത് ചെയ്യില്ല, ഇങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഞാൻ ചുമ്മാ മനസ്സിലായോ? ആ ക്ഷമയുടെ ആക്ടിവിറ്റീസ് പോകുന്നത് കണ്ടോ? പ്രവൃത്തിയിലൂടെയാണ് അത് ഫീൽ ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുന്നില്ല, റൂമിക്കോളും എവിടെയാണെന്ന് പോലും ഇതില്ല, അറിവില്ല, അവരാരുമില്ല, വിളിക്കുന്നില്ല. അവർ പൈസ ആണെങ്കിൽ അയച്ചു തരുന്നു, ഇല്ല. ഓ, പിന്നെ ഞങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ചു. 6 വർഷം കഴിഞ്ഞപ്പോ മോനോ വിളിച്ചു പറയാൻ, ഞങ്ങൾ എയർപോർട്ടിൽ നാളെ വരുന്നുണ്ട്. വേണമെങ്കിൽ വണ്ടി വിളിച്ച് ആ ഇവിടെ ആർക്കും നേരമൊന്നും ഇല്ല. ഡാഡിയാണെങ്കിൽ അവിടെ പോയിരിക്കുക, ജോലിക്ക് പോയിരിക്കുക. ഞാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഞാൻ ചെയ്യാം. നേരെ തിരിച്ചു ചിന്തിച്ചു, ഏതു നേരവും വിളിക്കുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ, ആവശ്യത്തിലധികം സമ്പത്ത് നമുക്ക് അയച്ചു തരുന്ന ഒരു മകൾ അല്ലെങ്കിൽ ഒരു മകൻ, രോഗക്കിടക്കയിലാണെങ്കിലും എയർപോർട്ടിൽ പോകില്ലേ? അവിടെ എന്താ വെളിപ്പെടാൻ? സ്നേഹം. പ്രവൃത്തിയിൽ മനസ്സിലാക്കാൻ പറ്റും. ക്ഷമിച്ചോളിയോ? ക്ഷമിക്കണം. എങ്ങനെ ക്ഷമിക്കണം? അടുത്ത പോയിന്റാണ്. ഇത് തുടർമാനമായി നടക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത് ഇന്ന് മാത്രം ക്ഷമിക്കാവുന്നതല്ല. എന്തുവരെ ക്ഷമിക്കണം? മരണം വരെ. യേശു അങ്ങനെയല്ലേ ക്ഷമിച്ചേ? അവന് മരണത്തോളം അവനെ താഴ്ത്തി, അല്ലെ? ക്രൂശിലെ മരണത്തോളം തന്നെ അവനെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തു. പിതാവിന്റെ ഇഷ്ടം നിറവേറുവാൻ ഈ മനുഷ്യരോടൊക്കെ അവന്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ അവനോട് കാണിച്ച കാട്ടായൊക്കെ കണ്ടിട്ടും നമ്മൾ വളർത്തുന്ന പട്ടി നമ്മളെ കഴിച്ചാൽ അവന്റെ അവസാനമാണോ? നമ്മൾ പാല് കൊടുത്ത് വളർത്തുന്ന പട്ടി നമ്മളെ കഴിച്ചാൽ നമ്മൾ തീറ്റൊരു കൊടിയെങ്കിലും കൊടുക്കായിരിക്കും അവനുണ്ട്. നമ്മുടെ ദൈവത്തിന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യൻ നമ്മുടെ മുഖത്തെ രോമം പിടിച്ച് വലിച്ച്, തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച്, ആ സൃഷ്ടിതാവിന്റെ പുറം ഉടവിച്ചാൽ പോലെ കീറി അവന്റെ മുഖത്ത് തുപ്പി. ഭാഷ അറിയാത്ത ഒരു വ്യക്തിയെ നമ്മൾ തല്ലിയാൽ, നമ്മുടെ ഭാഷ അറിയാത്ത ഒരു വ്യക്തിയെ നമ്മൾ കെട്ടിയിട്ട് തല്ലിയാൽ, അതേ ക്ഷമിക്കണം എന്ന് ആർത്ത് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവൂ? നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുമ്പോ കേൾക്കുന്ന വ്യക്തിക്ക് തോന്നണം അവൻ എന്നോട് ചോദിച്ചത് ക്ഷമയാണ്. ഏത് അളവിലാണോ അത് വെളിപ്പെടുന്നത്? കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് പോലെയാണോ മുതിർന്നവരോട് ക്ഷമ പറയുന്നത്? അല്ല, വെളിപ്പെടേണ്ട അളവ് വെളിപ്പെടണം. ആ ക്ഷമ ചോദിക്കുന്നതിനകത്ത് വെളിപ്പെടണം. ഇതെന്തിനാ പഠിക്കുന്നത് അറിയോ? നമ്മളെ തന്നെ ശോധന ചെയ്യാൻ, നമ്മളെ ഒരുക്കാനാണ്, നമ്മുടെ ജഡത്തെ മരിപ്പിക്കാനാണ്. നമ്മളൊരു പുതിയ പരിശീലനം കൊടുക്കുകയാണ് നമ്മുടെ ജഡത്തിന് ക്ഷമിക്കാൻ. അപ്പോ ഇത് തുടർമാനമായി നടക്കണം. 16-ാമത്, ക്ഷമിക്കാത്ത പക്ഷം ദൈവസന്നിധിയിൽ വരുവാൻ അല്ലെങ്കിൽ ഇരിക്കുവാൻ അനുവാദം ഒരു ദൈവ പൈതലിനില്ല. ക്ഷമിക്കാത്ത പക്ഷം, ഞാൻ എനിക്കവിടെ ക്ഷമിക്കുന്നില്ലെങ്കിൽ എനിക്കവിടെ വരാൻ സമ്മതമില്ല. ദൈവസന്നിധിയിൽ വരുവാനോ യാഗം കഴിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അനുവാദമില്ല. ഞാൻ വന്നില്ലെങ്കിൽ പാസ്റ്റർ എന്നാ വിചാരിക്കുമെന്ന് ചിന്തിച്ചാൽ അവിടെ ഇരിക്കുന്ന ഞാൻ തന്നെ എന്ത് ചെയ്യും? നടന്നിട്ട് വരും. കാരണം എനിക്ക് പ്രശ്നമൊന്നുമില്ല, പാസ്റ്റർ എന്ത് ചെയ്യണം? അറിയിക്കണ്ടേ? അല്ലെങ്കിൽ സെക്രട്ടറി എന്ത് ചെയ്യും? ചോദിക്കില്ലേ? കുറെ ദിവസങ്ങളായിട്ട് മീറ്റിങ്ങിലൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് അത് ചോദിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? വരരുത്. ദൈവത്തിന്റെ ആത്മാവ് അധികം ശിക്ഷാവിധി നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? ദൈവത്തോട് എന്ത് ചെയ്യണം? അനുസരണമുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ യാഗപീഠത്തോട് അടുത്ത് ചെല്ലുന്ന ഒരു വ്യക്തി തന്റെ പാപങ്ങളെ ഏറ്റുപറയാതെ അടുത്ത് ചെന്നാൽ അവന് ശിക്ഷാവിധി അപ്പോ തന്നെ വരും.
ആ യാഗമൃഗത്തിന്റെ മേലെ തന്റെ പാപങ്ങളെ എല്ലാം ഏറ്റു പറയുമ്പോൾ ഒരു പാപം മാത്രവും പറയാതിരുന്നാൽ അവന് പൂർണ്ണമായിട്ട് ആ യാഗം ചെയ്യാൻ പറ്റില്ല. പുരോഹിതൻ ഒരു പക്ഷെ നിവർത്തിക്കാൻ പറ്റില്ല. കാരണം പുരോഹിതനോട് പറയുന്നത് മാത്രമേ യാഗവസ്തുവിന്റെ മേളിൽ നിന്നുള്ളൂ, ചുമച്ചുള്ളൂ. നമുക്ക് വേണ്ടി ഒരു പുരോഹിതൻ നിന്നുകൊണ്ട് ആ യാഗവസ്തുവിന്റെ തലയെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ തലയെ പിടിച്ചിട്ട് ഞാൻ ചെയ്ത പാപം മൊത്തം ഞാൻ ഏറ്റു പറയുമ്പോ അത് ഞാൻ എന്താ ചെയ്ത് എന്റെ പാപത്തെ വെക്കുക, ആ മൃഗത്തിന്റെ മേൽ വെക്കുക. അപ്പൊ അതിന് യാഗം കഴിക്കുമ്പോ ഞാൻ ഏതൊക്കെ പാപം പറഞ്ഞാൽ അത് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, ക്ഷമിക്കപ്പെടുന്നു. ഈ പ്രവൃത്തിയാണ് ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചെയ്യുന്നത്. ദൈവങ്ങളുടെ ഇടയിലല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമ്മൾ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്ന പരിപാടിയുണ്ട്, ഉപസാരം. അങ്ങനെ പാപം ക്ഷമിക്കാമെന്നല്ല യേശു പഠിപ്പിച്ചത്. യേശു പാപം ക്ഷമിക്കുന്നതിന് ഹൃദയപൂർവ്വം നമ്മൾ ദൈവത്തോട് എന്ന് പറഞ്ഞാൽ മതി, മനുഷ്യരോട് ക്ഷമിച്ചാൽ മതി. ദൈവത്തിന്റെ പാപവും കടവും നിങ്ങളോട് നീ ക്ഷമിക്കും. അപ്പൊ ഇത് എത്ര കേട്ടിട്ട് നമ്മുടെ ശരീരത്തെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം 50-50 അല്ല ദൈവ സാന്നിധ്യം നമ്മളിൽ വസിക്കുന്നത്. 80% നമ്മളിൽ വസിക്കുന്നത് എന്താ? ജഡമാണ്. ഹലോ, 50-50 എന്ന് പറയുന്നത് 50 ദൈവവും 50 നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്. നമ്മളതിനെ ചിന്തിച്ചിരിക്കുന്ന പകുതി ദൈവിക നന്മകളും പകുതി പൈശാചിക പ്രവൃത്തി എല്ലാം കഴിഞ്ഞ ഒരാൾക്കില്ല. ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും ദൈവം അങ്ങനെ വസിക്കുന്നില്ല. അശുദ്ധിയുള്ള ഒരു ഇടത്ത് ദൈവത്തിന്റെ ആത്മാവെന്നില്ല, വസിക്കത്തില്ല. വേഗത്തിൽ പറഞ്ഞു പോകാം. ഇത് നമുക്ക് ക്ലാസ് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അടുത്തത് 17. ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് യാഗം അല്ലെങ്കിൽ ആരാധന നിഷിദ്ധമാണ്. ക്ഷമിക്കാത്ത ഒരു വ്യക്തിക്ക് യാഗം എന്ന് പറയുന്നത് ആരാധന. ക്ഷമിക്ക. ഞാൻ ചോദിക്കുന്നത്, നമ്മള് എത്ര വർഷമായിട്ട് ദൈവത്തെ ആരാധിക്കുക? 10, 20, 25, 30, 40 വർഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തെ ആരാധിക്കുക. പക്ഷെ നമുക്കൊരു കഴിവുണ്ട്, ക്ഷമിക്കത്തില്ല. അതൊരു കഴിവാണോ? നമുക്കൊരു കഴിവുണ്ടെന്ന് എന്ത് ചെയ്യാ? അല്ല പറഞ്ഞത് താര വെട്ടിയെടുത്ത് മാറ്റിക്കൊടുക്കുന്നു വെച്ചാൽ ക്ഷമിക്കത്തില്ല. ഞാൻ എന്നോട് ക്ഷമിക്കാനില്ല. ഞാൻ ദൈവവൈദ്യല്ല, ഞാൻ എന്ത് ചെയ്യില്ല. വചനം നമ്മൾ പഠിപ്പിക്കുന്നത് ആരാധന കഴിക്കാനുള്ള യോഗ്യത നമുക്കില്ലെന്നുള്ളതാണ്. 18-ാം വാക്യം, നമ്മുടെ ഫലം കൊണ്ട്, നമ്മുടെ ജഡത്തിന്റെ പുറത്തേക്ക് വരുന്ന ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ ദൈവ പൈതലാണെന്ന് വെളിപ്പെടുത്തണം. ജഡത്തിൽ നിന്ന് പുറത്തു വരുന്ന ആത്മാവിന്റെ ഫലങ്ങളിലൂടെ നമ്മൾ ദൈവ പൈതലാണെന്ന് ചെയ്യണം, വെളിപ്പെടുത്തണം. ഫലം കൊണ്ട് ദൈവ പൈതൽ നിന്ന് വെളിപ്പെടുത്തും. നമ്മൾ പൊതുവെ പറയാറുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിനെ കഴിയില്ല അഭിചാരം അല്ലെങ്കിൽ പറയുന്ന വാക്കാണ്. നമ്മൾ ബന്ധക്കോസുകാരാണ്, നമുക്ക് കഴിയില്ല അഭിചാരം മന്ത്രവാദമൊന്നും ഫലിക്കത്തില്ല. ഫലിക്കും എപ്പോഴാണെന്നറിയാമോ? ക്ഷമിക്കാതിരിക്കുമ്പോൾ. ക്ഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ പാപം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ പാപങ്ങളെ വ്യക്തിയാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പൊ ക്ഷമ പറയാൻ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റുപറയല്ലേ? ഞാൻ ക്ഷമ പറയാനായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ ഞാനത് എന്ത് ചെയ്യാം? ഏറ്റുപറയുക. അതുപോലെ കഴിഞ്ഞ ദിവസം ആ സംഭവിച്ചത് എന്നോട് ക്ഷമിക്കണം. പാപത്തെ ഏറ്റുപറയാത്തവരുടെ ഹൃദയത്തിൽ പിശാച് കൂടിയിരിക്കും. പിശാച് രോഗങ്ങളിലൂടെ, ബന്ധനങ്ങളിലൂടെ അവന്റെ കുടുംബജീവിതത്തെ, അവന്റെ ഭാവിയെ, അവന്റെ മുമ്പോട്ടുള്ള ഗമനത്തെ, അവന്റെ ഉയർച്ചയെ എല്ലാം തടസ്സം ചെയ്യുന്നത് ഒറ്റ പ്രവൃത്തിയാണ്. എന്താ? ക്ഷമിക്കാനില്ലാത്തൊരു കഴിവ്. ക്ഷമയെന്ന് പറയുന്ന സാധനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. മനസ്സിലായോ? 19-ാമതാണ് ശാപം വരുന്നതിന്റെ കാരണം ദൈവവുമായുള്ള ബന്ധമില്ലാത്തതാണ്. ശാപം നമുക്ക് ഏക്കത്തില്ലെന്ന് പറയും. ശാപം ഏക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം
നമ്മൾ യഥാർത്ഥ ഇസ്രായേൽ അല്ല. നമുക്ക് ദൈവവുമായി ബന്ധമില്ല. അതുകൊണ്ടാണ് നമുക്ക് ചില ശാപത്തിന്റെ വാക്കുകൾ നമ്മൾ പറയുകയും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നതിന്റെ കാരണം ദൈവവുമായി ബന്ധമില്ല. ഇന്റർനെറ്റ് കണക്ഷൻ, ഉള്ളിൽ നിന്ന് കണക്ഷൻ എങ്ങോട്ടില്ല. എന്ത് പറഞ്ഞാൽ നമ്മൾ ശപിക്കും. ഹലോ, ഈ ഒന്നും ഒരു കാലത്തും തീര. ഇപ്പോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ശമിക്കാൻ തോന്നുന്നത് ആ സമയത്ത് നമ്മൾ തീരും. ശാപവാക്കുകളായിട്ട് തീരും. പുറത്തോട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങളുടെ മിത്രങ്ങളെയോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആരെയും ശപിക്കരുത്. ആ ശാപം നേരെ തിരിഞ്ഞ് എങ്ങോട്ട് പറയുമോ നമ്മുടെ ജീവിതത്തിൽ വരും. എന്ത് ചെയ്താലും ഗതി പിടിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. കർത്താവ് ക്ഷമിക്കുന്നില്ല. വക്രതയുള്ളവരോട് ദൈവം എങ്ങനെയാണ്? വക്രത കാണിക്കുന്നവരോട് ദൈവം വക്രത കാണിക്കുന്നു പറഞ്ഞാൽ നമ്മൾ എത്രമാത്രം ക്രൂക്കടാണോ അത്രമാത്രം ക്രൂക്കടായിട്ട് ദൈവം ചെയ്യും. നമ്മളോട് ഇടപെടും. നമ്മുടെ വിചാരം ഇങ്ങോട്ട് കൊട്ടാനും പാടാനും വന്ന നമ്മൾ സേഫ് സോൺ ആണ്. നമ്മൾ എവിടെയാണ്? നമ്മൾ നാളെ സ്വർഗത്തിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന ടീം. പക്ഷെ നമ്മുടെ ഫലം പുറത്തോട്ട് വരുന്നത് ആത്മാവിന്റെ ഫലമല്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട് കാരണം കൂടാതെ ശാപം. അപ്പൊ എന്താ കാരണം? ശാപം ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ക്ഷമ ഇല്ലായ്മ. 19ാമത്തെ പോയിന്റ് ആണ് ശാപം ഏൽക്കുന്നതിനൊരു കാരണം ദൈവവുമായിട്ടുള്ള ബന്ധമില്ലായ്മയാണ്. കാരണം കൂടാതെ ശാപം ഏൽക്കുകയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവവുമായൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ആ ശാപം ഏറ്റത്. 20ാമത്തെ പോയിന്റ് കാൽവരി മരണത്താലുള്ള ക്ഷമ പോലെ നമ്മുടെ മരണം വരെ ജഡത്തെ ശീലിപ്പിക്കണം. ക്ഷമിക്കാൻ. കാൽവരി മരണത്താലുള്ള ക്ഷമ പോലെ നമ്മുടെ മരണം വരെ. ഞാൻ പറയേണ്ടത് എന്റെ മരണം വരെ, നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത് നിങ്ങളുടെ മരണം വരെ. ദൈവത്തോടുള്ള പ്രതിജ്ഞകളെല്ലാം മരണം വരെ കേട്ടോ. ഹലോ, ആണോ? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ദൈവത്തോടുള്ള പ്രതിജ്ഞ എല്ലാം മരണം വരെയാണോ? ആണോ? രക്ഷിക്കപ്പെടുന്ന ദൈവത്തോട് പറയുന്നതാണ് എന്നെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു 3 മാസത്തേക്ക് നീട്ടിയാണോ? അങ്ങനെയാണോ? അല്ലെന്നേ, നിന്റെ മരണം വരെ നിന്റെ കർത്തൃത്വം ഞാൻ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. ഇനി സ്നാനപ്പെടുമ്പോ ദൈവദാസ സ്നാനപ്പെടുത്തി സ്നാനം കൊളത്തിന് കയറ്റും ഒരു വാക്ക് പറയും, മരണം വരുന്ന വിശ്വസ്തനായിരിക്കുക എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ഹലോ, അവിടെ മരണം. വിവാഹം കഴിക്കുമ്പോ മരണത്താലല്ലാതെ അത് അവിടെയും മരണം. അടുത്തത് ഇപ്പൊ പറയാണ് ക്ഷമിക്കണം എന്നുവരെ. ക്രൂശിലെ മരണത്തോളം അവൻ ക്ഷമിച്ചതുപോലെ നാമും ക്ഷമിക്കണം. കാൽവരി മരണത്താലുള്ള ക്ഷമ പോലെ നമ്മുടെ മരണം വരെ ജഡത്തെ ശീലിപ്പിക്കണം. ക്ഷമിക്കാൻ ശീലിപ്പിക്കണം. ചോദ്യമുണ്ടോ സഹോദരി? ഇനി നമ്മൾ വാക്യത്തിലേക്ക് അരമണിക്കൂർ കൊണ്ട് നമ്മൾ കുറച്ച് വാക്യങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും പോവുകയാണ്. നമ്മൾ വായിച്ചു നിർത്തിയത് മത്തായി സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യമാണ്. അവിടെ തുടങ്ങി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. മത്തായി സുവിശേഷം 18:35. നമ്മൾ പറഞ്ഞു നിർത്തി സഹോദരനോട് അങ്ങനെ ദൈവം പറഞ്ഞെങ്കിൽ സ്വന്തം രക്തത്തോട് നമുക്ക് അധികം ക്ഷമിക്കണം. അവൻ ഒന്ന് ശരിക്കും വായിച്ചു. ശരിക്കും വായിച്ചു. നിങ്ങൾ ഓരോരുത്തർ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ സഹോദരനോട് ക്ഷമിച്ചു, നമ്മളോട് ദൈവം ചെയ്യും. അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്തത്തോട്, നമ്മുടെ സ്വന്തക്കാരോട്, നമ്മുടെ ചാർച്ചക്കാരോട്,
നമ്മുടെ മിത്രങ്ങളോട്, നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ദൈവം ചെയ്യും. നമ്മളോട് ചെയ്യുന്നേ ഒരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിന് ഒരു കോംപ്രമൈസും ഇല്ല. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യം. മർക്കോസ് 4:12. അവരോട് ക്ഷമിക്കാതെയും അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ട് ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. എന്താ പറഞ്ഞതിനർത്ഥം? അവർ മനം തിരിയാതെ എന്ന് വെച്ചാൽ എന്താ? മനം തിരിയാനുള്ള ഉപദേശം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാതെയും അവര് മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവർ ചേഞ്ച് വന്നില്ല എന്ന് മാത്രമല്ല, അവർ ക്ഷമിച്ചില്ല. ക്ഷമിക്കാതെയും അവര് അവരുടെ കണ്ണുകൊണ്ട് അത് കണ്ടിട്ടും അറിയാത്തതുപോലെയും കേട്ടിട്ട് ഗ്രഹിക്കാത്തതുപോലെയും സംഗതി എന്ത് ചെയ്യാൻ പോവാം? എങ്ങനെയാണെങ്കിൽ ക്ഷമിച്ചില്ലെങ്കിൽ, ഹലോ, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവാം. ആ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? കണ്ടിട്ടും കാണാതിരിക്കും, കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും. എന്നതിനർത്ഥം എത്ര ഉപദേശിച്ചാലും തല കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത് പോലെ. ഹലോ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റേജ് ഉപദേശം സ്വീകരിക്കുന്ന ജനമാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് കല കമത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന അവസ്ഥ. എന്ന് വെച്ചാൽ എന്താ? എല്ലാം കാണുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തോളാം? എല്ലാം കണ്ടുകൊണ്ടിവിടെ ഇരുന്നോളാം. എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാ ദൂതും വിടാതെ ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ ആ വചനത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറയുമ്പോ കണ്ടിട്ട് കാണാതെ കേട്ടിട്ട് ഗ്രഹിക്കാതെ അങ്ങനെ ഒരു രൂപാന്തരം നിന്റെ ജഡത്തിൽ വരാൻ പോകുന്നു. ഹലോ, ആ രൂപാന്തരം ദൈവിക രൂപാന്തരമല്ല, പിശാചിന്റെ ആധിപത്യം ഏറ്റെടുക്കുവാൻ പോകുന്നു എന്നർത്ഥം. ക്ഷമിക്കാഞ്ഞാൽ മർക്കോസിന്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 25-ാം വാക്യം. മർക്കോസ് 11:25. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവാണ് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യം. 26 വായിച്ചു. ക്ലിയർ കട്ടായിട്ട് പറഞ്ഞില്ല. അവിടെ രാജാവില്ല, അപ്പോസ്തലന്മാരില്ല. യൂദയോട് ദൈവം ക്ഷമിച്ചിരുന്നെങ്കിൽ യൂദ മരിക്കുമായിരുന്നു. അവൻ ക്ഷമ ചോദിച്ചില്ല, അവന് കുറ്റബോധം എന്തില്ല, വന്നില്ല. കേട്ടിട്ടും അവന് തീരില്ല. 3.5 വർഷം കൂടെ നടന്ന് കേട്ടു. ഹലോ, 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന് കേട്ടു. എന്നിട്ട് തലയ്ക്കകത്തോട്ട് കയറിയില്ല. അവന്റെ ദ്രവ്യത്തോടുള്ള അവന്റെ മോഹമൊന്നും മരിച്ചില്ല. ജഡത്തിന്റെ മോഹം മരിച്ചില്ല. അവനെന്താ സംഭവിച്ചത്? വചനം കേൾക്കാത്ത വ്യക്തിയാണോ? അല്ലെന്നേ. അത്ഭുതങ്ങൾ ചെയ്യാത്ത വ്യക്തിയാണോ? അല്ലെന്നേ. യേശുവിന്റെ നാമത്തിലൊക്കെ അത്ഭുതം വൃത്തിയായിട്ട് ചെയ്ത വ്യക്തിയാണ്. അവന്റെ എല്ലാ ശിഷ്യന്മാരും 2 പേരുടെ പോയി പുരുഷനെ അറിയിക്കാൻ പോയി. ആ കൂടുതൽ ആരോടായിരിക്കും? ഉണ്ടെന്നേ. സാത്താൻ അവന്റെ ഉള്ളിൽ കയറുന്നത് വരെ അവനോടൊന്നായിരുന്നു. യേശുവിന്റെ തന്നെ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ നേരത്തെ വാക്യം പോലെ എന്തില്ല, കേട്ടിട്ട് ഗ്രഹിച്ചില്ല, കണ്ടിട്ട് അറിയാതിരുന്നു. എന്നുവെച്ചാൽ അവൻ ചിന്തിച്ചു യേശു എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകുമ്പോഴും. അല്ലോ, യേശു പൂജയാണ്, അവൻ ഇത്രയും മാനിക്കൊക്കെ അറിയാമെങ്കിൽ അവൻ നിന്നു രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ അവസാന നിമിഷം അവൻ മനസ്സിലായ യേശു ഇതില്ല, രക്ഷപ്പെടില്ല. അതിനർത്ഥമാണ് ഈ 3.5 വർഷം ചെയ്തു ഒന്നും പുള്ളി ഗ്രഹിച്ചില്ല. അങ്ങനെയല്ലേ നമ്മളും പലതും കേൾക്കുന്നില്ലേ? എല്ലാ ഞായറാഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും, എല്ലാ ഭവന മീറ്റിങ്ങിലും നമ്മൾ കേൾക്കുന്നില്ലേ? എന്നിട്ട് നമ്മൾ എന്തില്ല,
ഗ്രഹിക്കുന്നില്ല. അവസാനം എന്തായിരിക്കും? നമ്മുടെ ആധിപത്യം പിശാച് കൊണ്ടുപോകും. ദൈവത്തിൽ നിന്ന് നമ്മുടെ ആധിപത്യം മാറിപ്പോകും. ഇവിടെ നമ്മൾ വായിച്ചു 25-ാം വാക്യം 26-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നതിനാണ്. തെറ്റ് പറ്റിപ്പോയി അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ പലപ്പോഴും ചെല്ലുന്നത് നമ്മുടെ കാര്യങ്ങൾ പറയാനാണ്. ഹലോ, എന്റെ മോന് ESS എല്ലാവർക്കും സൈക്കിൾ കർത്താവെ കൊടുക്കണേ, ഒരു 2 നില വീട് ഞങ്ങൾക്ക് തരണമേ. കർത്താവ് വീട് ഞാൻ പോയതാണല്ലോ. അപ്പൊ നമ്മൾ വീടുകൊണ്ട് ഓരോ കൊട്ടേഷൻ പേരോട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ നല്ലൊരു ജോലി കൊടുക്കണമേ, പിന്നെ UK പോയിട്ട് കാനഡയിലോട്ട് പോകണമേ, പിന്നെ ഇങ്ങനെ ഓരോ ദൂത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രാർത്ഥന അതല്ല കേട്ടോ. യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കണ്ടറിഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വരുന്നതിനെ പറ്റി ഇവിടെ വായിച്ചേ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പിഴകൾ നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അവിടെ വായിച്ച വാക്യത്തിൽ അത് വേറെ വാക്യം നമ്മൾ വായിക്കില്ലയോ? വേറെ വാക്യത്തിലോ നിങ്ങൾ യാഗം കഴിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ യാഗവസ്തു അവിടെ വെച്ചിരുന്നോ? അങ്ങനെ ഒരു വാക്യമുണ്ട്. ഇവിടെ വായിച്ച വാക്യത്തിനകത്ത് വായിച്ചത് ഓരോ വാക്കുകളും നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത്. എനിക്ക് മറ്റൊന്ന് പറഞ്ഞേ അവർക്ക് എന്നോട്. അപ്പൊ 2 പേര് ക്ഷമ പറയണം അർത്ഥം. ഞാനും ക്ഷമ പറയണം, അവരും ചെയ്യണം, ക്ഷമ പറയണം. ഇപ്പൊ നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. നിങ്ങൾ ഇനി ക്ഷമിക്കാതെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെങ്കിൽ അപ്പൊ നിങ്ങളെ പ്രയത്നില്ല, ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് നിന്റെ വഴിപാട് മത്തായി 5:23 നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിങ്ങൾ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരന് നിരന്നുകൊള്ളാം. പിന്നെ വന്ന് നിന്റെ വഴിപാട്. നമ്മൾ ആരാധന കഴിക്കുവാൻ ഞായറാഴ്ച ആലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പേ ആരോട് അനുഭവിക്കണം? നമ്മൾ എത്ര തവണ കർത്തൃമേശ ഒരു ലജ്ജയും കൂടാതെ ഉപായത്താൽ ദൈവത്തെ കളിപ്പിച്ചു കർത്തൃമേശ എടുത്തു. ഇതൊക്കെ ശാപമായി, രോഗമായി, മരണമായി നമ്മുടെ ശരീരത്തിൽ കിടന്നു. വലിയ തെറ്റാ. ആളുകളുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് കർത്തൃമേശ വരുന്നത് ആളുകളിങ്ങനെ നോക്കിയിരിക്കുക ആരൊക്കെയാണ്. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാം? നീത്യ എടുക്കുന്നുണ്ടോ, ആലിസാൻഡി എടുക്കുന്നുണ്ടോ? ഇന്ന് ശ്യാമാക്കി എന്ത് ചെയ്തില്ല, എടുത്തില്ല. മിക്കവാറും വീട്ടിലൊരു വഴക്കിറങ്ങാൻ സാധ്യത. കാരണം നീ വന്നത് നിന്റെ യാഗം ദൈവസന്നിധി സമർപ്പിക്കാൻ. നീ അപ്പുറത്തോട് പോകും നോക്കാൻ. ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്ന ആ യാഗവസ്തുവിന്റെ വില ദൈവം വലുതായിട്ടാണ് കാണുന്നത്. ദൈവം പറയണം ആ യാഗവസ്തു അവിടെ വെക്കും. എവിടെ വെക്കും? യാഗപീഠത്തിന് മുമ്പേ വെക്കും. എന്നിട്ട് അതിലും വേറെ ഒന്നുണ്ട്, നീ എന്ത് ചെയ്യണം? അപ്പൊ യാഗവസ്തുവിനേക്കാൾ വില ദൈവം കൊടുത്തത് നിന്റെ നിരപ്പിനാണ്. നീ നിരപ്പ് പ്രാപിക്കാനാണ് ദൈവം നിന്റെ യാഗത്തെക്കാൾ കൂടുതൽ വില കൽപ്പിച്ചതെങ്കിൽ ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുന്ന നാം മനസ്സിലാക്കണം, എന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുമോ? ഹല്ലേലൂയ. അപ്പൊ ഞാൻ വ്യക്തികളോടും വ്യക്തി എന്നോടും എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ജനത്തെ നമ്മൾ പ്രേം ചെയ്യാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 11:4. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. ദുഷ്ടകരിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അതൊരു പ്രാർത്ഥന.
കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോ നമ്മളെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. എന്താ പറഞ്ഞേ? അത് ആദ്യം മുതൽ വായിച്ചേ. ഇവണ്ണം പ്രാർത്ഥിക്കും. യേശു തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത് ആദ്യമേ നീ വിളിക്കേണ്ടത് ആരെയാണ്? സ്വർഗസ്ഥനായിരിക്കുന്ന സ്വർഗത്തിൽ വസിക്കുന്ന പിതാവിനെ വിളിക്കണം. ഹലോ, ഞാൻ പ്രാർത്ഥന എന്നുള്ളൊരു സബ്ജക്ട് അല്ലാതെ പഠിപ്പിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം, എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കണം, ഓരോ പ്രാർത്ഥന എങ്ങനെ പോകണം എന്ന് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല. പക്ഷെ ഇവിടെ പറയുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. അപ്പൊ പിതാവിനോടായിരിക്കണം നമ്മുടെ അപേക്ഷ നമ്മൾ സമർപ്പിക്കേണ്ടത്. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കുന്ന രീതിയിൽ ചില വാക്കുകളിലൂടെ ആ പരിശുദ്ധനായ ദൈവത്തെ പുകഴ്ത്തി പറയണം. നീ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനെ പുകഴ്ത്തി പറയണം. ഹലോ, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവനാണ്, അങ്ങ് സർവശക്തനാണ് കർത്താവേ. ഇന്ന് നല്ല ദിവസത്തിനായ സ്തോത്രം നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിട്ടുണ്ട്. അത് പോകുക. നമ്മൾ ഉയർത്തേണ്ടത് പിതാവിന്റെ നാമത്തെ ഉയർത്തണം. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ ആ സ്വർഗ രാജ്യം ഞങ്ങളുടെ ഇടയിൽ വരണം. അങ്ങ് സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണോ കർത്താവേ അത് എനിക്ക് നൽകണം. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണോ? അല്ല, നമ്മുടെ പ്രാർത്ഥന എങ്ങനെ? കർത്താവേ, നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം ചെയ്യണം, നടക്കണം. കുഞ്ഞോളമാമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞോളമാമയുടെ പ്രശ്നങ്ങളൊക്കെ എന്ത് മാറ്റണം, ബന്ധനങ്ങളൊക്കെ അഴിക്കണം. പിന്നെ മകന് ജോലി ഇല്ലാതെ ഭാരപ്പെടുന്നു, നല്ലൊരു ജോലി കൊടുക്കണം. പിന്നെ കുഞ്ഞോളമാമയ്ക്ക് വീടില്ലാതിരിക്കുന്നു, പഞ്ചായത്തിൽ അത് ദൈവത്തിൽ വരുന്ന പാട് നോക്കണം. പഞ്ചായത്തിൽ വരെ പോയി തരണം. അപേക്ഷ ഒപ്പിടുന്ന അവസ്ഥയുള്ളിൽ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും അങ്ങനെയാണ്. ഇവിടെ പറയുക സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിൽ ആകണമേ എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരുള്ളത്? നമ്മൾ. അപ്പൊ സ്വർഗത്തിലെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വേണം, ആ വെളിപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ പ്രാർത്ഥിച്ചതായിരുന്നു ഞങ്ങളുടെ ഇഷ്ടം സ്വർഗത്തിൽ നിറവേറേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഹലോ, നമ്മൾ പ്രാർത്ഥിച്ചത് ഞാൻ കുറച്ച് ഇഷ്ടങ്ങളും പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്, അതെന്ത് ചെയ്യണം? സ്വർഗം കേട്ടിരിക്കുക. സ്വർഗം നിന്റെ പ്രോജക്റ്റും നിന്റെ പദ്ധതിയും സ്വർഗത്തിലേക്ക് തരാൻ വേണ്ടി അവിടെ എഴുതാനൊന്നും മേശപ്പുറത്ത് ആരും ഇരിപ്പില്ല. ഹലോ, നമ്മൾ ചെറുപ്പം തൊട്ടേ പാടിയത് അങ്ങ് പാടിക്കൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രായം മുതൽ പാടി പ്രാർത്ഥിച്ച് പഠിപ്പിച്ചതാണ്. അവസരം ഒന്ന് മാറുന്നത് മാത്രം. മഞ്ഞപ്ര സഭയാണ്, മഞ്ഞപ്ര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയ്യമ്പുഴയിലാണ്, അയ്യമ്പുഴ എന്നുള്ള പേര് മാത്രം ചെയ്യുന്നു, മാറ്റുന്നു. പാട്ടൊക്കെ ഒന്ന് തന്നെയാണ്, പാട്ട് തീർന്നില്ല, മാറുന്നില്ല. ഒരിക്കൽ ഒരു കോമഡി സീരീസിനകത്ത് പരിപാടിയായിരുന്നു. തമാശകളൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലോ. പുള്ളി കഥ പറയുന്നുണ്ട്, കഥയൊന്ന കഥാപാത്രം മാത്രമേ പുള്ളി പറയുന്ന കഥയ്ക്കകത്ത് കഥാപാത്രം മാത്രം, പേര് മാത്രം മാറുന്നുള്ളൂ. പുള്ളി വർഷങ്ങളായിട്ട് പറയുന്ന കഥ അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? നമ്മൾ പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചല്ല, ക്ഷമയെ കുറിച്ചാണ്. കണ്ടോ, ആ പ്രാർത്ഥനയ്ക്കകത്ത് ക്ഷമ എന്ന് പറയുന്ന ഒരു സംഗതി യേശു കർത്താവ് പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കണം. യേശു പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞതിനകത്ത് കർത്താവ് തന്നെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ക്ഷമയെ കൊണ്ട് കേട്ടിരിക്കും. ഞങ്ങളുടെ പാവങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് പറയാനുള്ള അർത്ഥം എന്താണെന്ന് അറിയാമോ? എനിക്ക് കടപ്പെട്ടിരിക്കുന്നതോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നതോട് കർത്താവേ എന്റെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഇന്ന് മുതൽ ഒരു ചെറിയൊരു വ്യത്യാസമല്ല, പൂർണ്ണമായ ഒരു വ്യത്യാസം നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ ജീവിതത്തിനകത്ത് വരണം. നമ്മൾ ഈ മസിൽ പിടിച്ചിരിക്കരുത്.
ദൈവത്തോട് മറുതലിച്ചിരിക്കരുത്. ക്ഷമിക്കേണ്ടത് ക്ഷമിക്കണം. ആയുസ്സിന്റെ ദൈർഘ്യം മാത്രമില്ല. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ അവൻ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മരിക്കും. അല്ലെ? രണ്ട് കള്ളന്മാര് മരിക്കും. കള്ളനും അറിയാം യേശു എത്രയും വേഗം മരിക്കും. കാരണം സമശിക്ഷാവിധിയിൽ കിടക്കുകയാണ് 3 പേര്. എങ്കിലും യേശു പാപം ചെയ്തിട്ടല്ല സമശിക്ഷാവിധി കിടക്കുന്നത്. 3 പേരുടെയും മരണം ഒരുപോലെ ക്രൂശിയാണ് മരണം. അതിന് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. അതിനകത്ത് ആര് മരിക്കും? യേശു മരിക്കും, ഞാനും മരിക്കും, അവരും മരിക്കും. അത് നിങ്ങൾ പോയി മനസ്സിലാക്കുക. ആ കള്ളം പറയുന്ന കാര്യമുണ്ട്. എന്താ? നീ കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ അതിനർത്ഥം എന്താ പറയോ? അതിനർത്ഥം എന്താ? ഞാൻ പാപിയാണ്, ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണ് ഞാൻ ഇന്ന് ഇവിടെ കിടക്കുന്നത്, ക്രൂശ കിടക്കുന്നത്. അത് മറ്റേ കഥ മനസ്സിലായില്ല. പക്ഷെ ഈ പുള്ളി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മൾ സമശിക്ഷാവിധിയിൽ ആയിരുന്നിട്ടും മറ്റോ മറുതലിച്ചിരിക്കുക. ഇവൻ എന്ത് ചെയ്യാം? ഇവൻ എന്താ ചെയ്യുന്നത്? ഇവൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി രക്ഷപ്പെടാനുള്ള മാർഗം ആ ക്രൂശേക്കാരൻ അന്വേഷിച്ചപ്പോ അവന് മനസ്സിലായി യേശുവിനോട് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്നാണ് ഒറ്റ വാക്കിനർത്ഥം. ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഇന്ന് നീ എന്നോട് പറഞ്ഞിരിക്കും. മറുതലിച്ച് ഒരാൾ അപ്പുറത്തെ ക്രൂശ കിടക്കുന്നു, ഏറ്റു പറഞ്ഞ ഒരു ആളാൻ ഇപ്പുറത്തെ ക്രൂശ കിടക്കുന്നു. ക്ഷമ ചോദിച്ചവന് ക്ഷമ കിട്ടി, തന്റെ തെറ്റ് മനസ്സിലാക്കിയവന് ക്ഷമ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന നാം മനസ്സിലാക്കണം, കർത്താവേ എന്റെ പിഴകളും എന്റെ തെറ്റുകളും ക്ഷമിക്കാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. ഇന്നലെ വരെ ഞാൻ ജീവിച്ചത് എന്റെ ഇഷ്ടത്തിനായിരുന്നു, എന്റെ ഹിതപ്രകാരമായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ കർത്താവേ ഞാനൊരു പുതിയ തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. ആ പ്രാർത്ഥന പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇത് രാത്രിയിൽ നമ്മുടെ കുടുംബത്തിനകത്ത് വലിയ സമാധാനം ദൈവത്തിന്റെ ആത്മാവ് അയക്കുവാനാ കഴിയും. നമുക്ക് വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 17:3-4 വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 3-4. സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കാം, അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം. സൂക്ഷിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് പിഴച്ചാൽ അവനെ എന്ത് ചെയ്യണം? വഴക്ക് പറയണം. ഹലോ, സഹോദരൻ തെറ്റ് ചെയ്യണം, വഴക്ക് പറയണം. സഭയതിനെ മുഖമാരാക്കി വെച്ചിരിക്കുന്നത്. സജീവ് ഒരു തെറ്റ് ചെയ്താൽ മനുവും മാത്തിച്ചാനും ദേവിച്ചാനും എല്ലാരും കൂടെ വന്നിട്ട് അവൻ എപ്പോഴും സുഖം അടുത്ത പ്രാവശ്യം ചെയ്യുന്നതിനൊക്കെ ചൂടെ നന്നായിട്ട് ചെയ്യണം. ഇത് അത്രയും കൂടെ പബ്ലിസിറ്റി നമുക്ക് കിട്ടിയില്ല, നമ്മുടെ സഭയുടെ പേര് തീരില്ല, ദേശത്ത് ആരും അറിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് ഈ പാവപ്രവൃത്തി അങ്ങനെയാണോ? അല്ല, മൂപ്പന്മാർ ചെന്ന് അവനെ ശാസിച്ച് ഒരു ദൈവ പൈതലിന് യോജിച്ചതാണോ യോജിക്കാത്തതാണോ നീ ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്തി അവൻ എന്ത് ചെയ്യണം? അവൻ മാനസാന്തരപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അവന്റെ കയ്യിൽ ആ ഡിസിഷൻ തീരുമാനം അറിയില്ല. നിങ്ങൾ എന്റെ അടുത്തോട് വന്നു, ഞാനാ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണോ, മാനസാന്തരപ്പെടണോ വേണോ തീരുമാനിക്കുന്നവരാണ്. നിങ്ങൾ വന്ന നിങ്ങളല്ല, നിങ്ങൾ എന്നാ തീരുമാനിച്ചു പറഞ്ഞാൽ എനിക്ക് തീരുമാനിക്കാൻ മാറുമോ? ഇല്ല, ഞാനാ തീരുമാനിക്കുന്നത്. എന്ത്? എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ദൈവസഭയോട് ഞാൻ എന്ത് ചെയ്തു? നമ്മൾ പലപ്പോഴും ഒരു തെറ്റ് ചെയ്ത വ്യക്തിയെ നമ്മുടെ സഭയ്ക്കകത്ത് കയറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് നാം നോക്കുന്നത്. അവൻ എന്ത് ചെയ്തു? വലിയ തെറ്റ് ചെയ്തു. നമ്മളൊക്കെ ആരാണ്? ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അവൻ എന്ത് ചെയ്തു? വലിയൊരു തെറ്റ് ചെയ്തു. എടാ, യേശുവിന്റെ മുമ്പിൽ കല്ലെറിഞ്ഞുകൊണ്ട് കുറച്ചു പേര് വന്നു. പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിച്ചു കൊണ്ടുവന്നു. യേശു നിങ്ങൾ പാവമില്ലാത്ത ആദ്യം അതിന് ഓടി തരാം.
എന്താ വെച്ചാൽ പകല് നമ്മളെല്ലാം വരാം. ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ ഓനെ പോട്ടെ, ദൈവത്തിനോട് ക്ഷമിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം, അത് വിട്ടുകളാം, ഈ സഭയിൽ പോയി ആരാധനയ്ക്ക് പോവാം എന്ന് പറയാൻ മനസ്സുണ്ടോ? എടാ, അത് ക്ഷമിക്കുന്നില്ല. നിന്റെ എത്ര കടുപ്പമായ പാപമാ ദൈവം ക്ഷമിച്ചു തന്നെ. നിന്റെ പാപത്തിന്റെ കാഠിന്യം, നീ ജനിച്ചത് മുതൽ നീ ചെയ്ത ഓരോ പ്രവൃത്തിയും നീ എടുത്തു നോക്കിയാൽ ഇവ ചെയ്തൊന്നുമല്ല. എങ്കിലും നമ്മൾ അവനോട് എന്ത് ചെയ്യാം? ക്ഷമിക്കാൻ കഴിയാതെ പകവച്ചുകൊണ്ടിരിക്കുക. അങ്ങനല്ല, ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്നാ പറഞ്ഞത്. സൂക്ഷിച്ചുകൊള്ളുകയും. ആരാ സഹോദരൻ? ഒരപ്പത്തിന്റെ അംശയും ഒരു പാനപാത്രത്തിന്റെ അംശയുമായ സഹോദരൻ പിഴച്ചാൽ, പിഴയ്ക്കാനുള്ള സാധ്യത ഉണ്ട്, തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അവൻ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ച് മുമ്പോട്ട് സഭയോട് കൊടുക്കണം. അങ്ങനല്ല, അവനെ ശാസിക്കാം. അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും 7 വട്ടവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു പറയുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക. സെക്രട്ടറിക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഇത് തന്നെയാണ് പണി. ഇത് പുള്ളി തെറ്റ് ചെയ്യുന്നു, ഇവര് പോയി ക്ഷമിക്കുന്നു. 2 പ്രാവശ്യം പോയി കഴിഞ്ഞ് പറയും പോലെ ഞങ്ങൾക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നിന്റെ പുറകെ നടക്കാനൊന്നും ഞങ്ങൾക്ക് നേരമില്ല. നിനക്ക് മാനവരിയായിട്ട് ജീവിക്കാമെങ്കിൽ എന്ത് ചെയ്യാം? സഭയിലോട്ട് വരിക, അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും സഭയിലോട്ട് പോകോ. ആ സഭ പോയി കളിക്കോളാം ഇവിടെ. ഹലോ, ആ സഭ ഇതോ കലക്കൂന്നുള്ള ആർക്കറിയാം? ഈ പോയ സെക്രട്ടറിക്കും കമ്മിറ്റിക്കും അറിയാം. നീ ഇവിടെ കലക്കാൻ വരണ്ട, നീ അവിടെ പോയി കലക്കിക്കും. 7 വട്ടം അല്ല, 70 വട്ടം അവൻ ക്ഷമ ചോദിച്ചാൽ അവനോട് ക്ഷമിക്കുന്നത് ദൈവത്തിന്റെ സഭ. ഹലോ, ഇതൊരു ദൂത. എത്ര വലിയ പാപം ചെയ്താലും അവനെ ശാസിച്ച് ദൈവത്തിന്റെ ആലയത്തിനകത്ത് കൊണ്ടു നിർത്തി അവനെ കൊണ്ട് പാപം ഏറ്റു പറഞ്ഞ് അവനോട് ക്ഷമിക്കുന്ന കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. അടിച്ച് പുറത്തിറങ്ങുന്നവരുടെ പേരല്ല വിശുദ്ധന്മാരുടെ കൂട്ടം. അങ്ങനല്ല കേട്ടോ. ഇന്ന് പകൽ ദൈവ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിനെ പറയാനുള്ളത് 70 വട്ടം ക്ഷമിക്കുവാൻ തയ്യാറാകണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാൽ 1 കൊരിന്ത്യർ 13:4. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്ഷമ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഫില്ല് ചെയ്യുന്ന ഒന്നാണ് സ്നേഹം. നമ്മൾ ആ വായിച്ച അധ്യായം 1 കൊരിന്ത്യർ 13-ാം അധ്യായം മൊത്തം നോട്ട് ചെയ്തു. 4-ാമത്തെ വാക്യല്ല, 1 കൊരിന്ത്യർ 13-ാം അധ്യായം മൊത്തം സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ വാക്യം കിടക്കുന്നത് 4-ാം വാക്യത്തിലാണ്. 13-4 ക്ഷമിക്കണമെങ്കിൽ സ്നേഹം വേണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ആ സ്നേഹം ദയ കാണിക്കുകയും സ്നേഹം സത്യം സംസാരിക്കുകയും സ്നേഹം നിഗളിക്കാതെയും സ്നേഹം ചീർക്കാതെയും സ്നേഹം അയോഗ്യമായി നടക്കാതെയും സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കാതെയും സ്നേഹം ദേഷ്യപ്പെടാതെയും സ്നേഹം ദോഷം കണക്കിടാതെയും സ്നേഹം അനീതിയിൽ സന്തോഷിക്കാതെയും സ്നേഹം സത്യത്തിൽ സന്തോഷിക്കും. സ്നേഹം എല്ലാം പൊറുക്കുന്നു. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം സഹിക്കുവാൻ കഴിയും. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുകയില്ല. എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടെങ്കിൽ ക്ഷമ തന്നെ വരും. യഥാർത്ഥമായ സ്നേഹം ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ക്ഷമ വെളിപ്പെട്ടിരിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. കൊലോസ്യ ലേഖനം 3:13. 3-ാം അധ്യായം 13-ാം വാക്യം. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ.
അതാ പറഞ്ഞ വചനത്തിലുണ്ട്, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. കർത്താവ് ചെയ്തതുപോലെ ഒന്ന് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലെന്നല്ല പറയണ്ടേ, കർത്താവ് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുവേണ്ടി ക്ഷമിക്കാൻ പറ്റും. അതിനെന്ത് വേണം? ദൈവത്തിന്റെ കൃപ വേണം. യാക്കോബ് 5:15. യാക്കോബ് 5:15. 14 വായിച്ചു. നിങ്ങൾ ധീരമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവന്റെ എണ്ണ കുശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അപ്പൊ അവന്റെ രോഗത്തിന്റെ കാരണം എന്താ? അതാ പറഞ്ഞു. 14 വാക്യത്തിൽ വായിച്ചത്, നിന്റെ സഭയിലെ ഒരുത്തൻ ദീനമായി കിടക്കുന്നു, അതിന് മൂപ്പന്മാരെ വിളിച്ചു ചെയ്യാൻ പോവാ. കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി ചെയ്യാൻ പോവാ. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അപ്പൊ അവൻ എവിടുത്തെ സഭയിൽ വരുന്നവനാ, പക്ഷെ അവന്റെ രോഗത്തിന്റെ കാരണം ആർക്കും വെളിപ്പെട്ടിട്ടില്ല. വായിച്ചു. എന്നാൽ ഈ പ്രവൃത്തി ചെയ്യുന്നവരുടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവാണ് അവൻ ദീനക്കാരനെ രക്ഷിക്കുന്നത്, എഴുന്നേൽപ്പിക്കുന്നത്. അതിന്റെ പുറകിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അവന്റെ പാപവും കൂടെ. അപ്പൊ അവന് പാപമായിരുന്നു ആ ലോകത്തിന്. ദൈവം ചിലരോട് ക്ഷമിച്ചു കഴിയുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഇനി മേൽ പാപം അസ്ത്രീയോട് പറഞ്ഞല്ലേ ഇനി നീ ചെയ്തു. അപ്പൊ ചില ക്ഷമയുടെ പിന്നിൽ പാപമോചനം നടത്തുന്നുണ്ട്. ക്ഷമതക്കാരനോട് പറഞ്ഞത് തന്നെയാ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. കിടക്കെടുത്ത് നടക്കാം. അപ്പൊ കിടക്കയിലാകാനുള്ള കാരണം പാപമാണ്. എന്താണ് മൂലകാരണമെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാം. നമ്മളന്ന് പ്രാർത്ഥിച്ചപ്പോൾ പോലെ എന്താണ് കാരണം നമുക്ക് ചെയ്യണം. എവിടെയാണ് ഈ ബന്ധം ഒളിഞ്ഞു കിടക്കുന്നതെന്ന് ചെയ്യണം. കണ്ടെത്താൻ അതിനുള്ള കൃപ നമുക്കില്ല. നമുക്ക് പ്രാർത്ഥിച്ചത് ചെയ്യണം, കണ്ടെത്തണം. എന്നിട്ട് അതിനെ ശാസിച്ച സംഭവം ക്ലിയറാണ്. ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. ഇവിടെ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ വന്നതാണ് അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. പക്ഷെ വചനത്തിൽ വേറൊരിടത്തൊരു വാക്യം കിടപ്പുണ്ട്, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അന്യോന്യം പ്രാർത്ഥിക്കും. അതെവിടെയാണ് കിടക്കുന്നത്? തന്നെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞേ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ. എന്താ ഈ പാപം? 5 മിനിറ്റ് കൊണ്ട് ക്ഷമിച്ചു കഴിയാത്ത പാപം. തമ്മിൽ എന്താ പറയാൻ? നിങ്ങൾ തമ്മിൽ പാപം ഏറ്റുപറയാൻ പറഞ്ഞതിന്റെ കാര്യമാണ് ക്ഷമയില്ല. ഈ രോഗം വരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൈശാഖിക ശക്തി എന്താണെന്ന് പറയുന്നത്? പാപം ഏറ്റു പറയുന്ന വ്യക്തി ആ ക്ഷണത്തിൽ തന്നെ വേറൊരു പേരിന് യോഗ്യനാക്കുകയാണ്, നീതിമാൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ. അപ്പൊ നീതിമാൻ അല്ലാതിരുന്നത് എന്തുകൊണ്ടാണ്? പാപം ഉണ്ടായിരുന്നോണ്ടാണ്. അത് മനസ്സിലായി ഏറ്റു പറഞ്ഞപ്പോ ആ പാപിയായ വ്യക്തി നീതിമാനായി മാറി. നീതിമാൻ പ്രാർത്ഥന നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ യഹോവ അവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പിന്നെ നീതിമാനെ കുറിച്ചുള്ള നീതിമാൻ പന പോലെ. ഇതിനർത്ഥം നീതിമാനാകുവാൻ പിശാച് ഒരു വ്യക്തി അനുവദിക്കുന്നു. ജനത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഇട്ടുകൊണ്ടില്ല. ഒന്ന് മാറും പാടും. ഒരു വാക്യം കൂടെ വായിച്ച് ദിവസം 2 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന് മുമ്പിലത്തെ വാക്യം കൂടെ വായിച്ചോ.
അല്ലേ? അതിന്റെ ഒരു വാക്യം കൂടെ മുമ്പി വരും. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ എന്നെ ദുഃഖിപ്പിച്ചുവെങ്കിൽ അവൻ എന്റെയല്ല, ഒരു വിധത്തിൽ ഞാൻ കണക്കിൽ വേറെ പറയരുത്. നിങ്ങൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചിരിക്കുന്നു. അവന്റെ ഭൂരിപക്ഷത്താലുണ്ടായ ഈ ശിക്ഷ മതി. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണം. അവരെന്തിനാ പറഞ്ഞേ? അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം തിരിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതൊന്ന് മനസ്സിരുത്തി വായിച്ചേ. കഴിഞ്ഞു ലാസ്റ്റ് വാക്യോ. അവൻ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്. ആരാ അതിദുഃഖത്തിൽ മുങ്ങിപ്പോകുന്നത്? ഈ തെറ്റ് ചെയ്ത വ്യക്തി. ഇത്രയും കാലം കാത്തിരുന്നിട്ടും എന്നോട് ഒരു ക്ഷമ പറയുവാൻ ആര് തയ്യാറില്ല? ആ വ്യക്തി തയ്യാറില്ല. അവനിങ്ങനെ കാത്തിരുന്ന് മടുത്തു. അവനെന്ത് ചെയ്തു? അതിദുഃഖത്തിൽ മുങ്ങിപ്പോകും. എങ്ങനെ? എന്റെ അമ്മയോട്, എന്റെ സഹോദരനോട്, എന്റെ അപ്പനോട്, എന്റെ മക്കളോട് ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ ക്ഷമ കിട്ടേണ്ട വ്യക്തി അതിദുഃഖത്തിൽ മുങ്ങിപ്പോകും. അങ്ങനെ ആകരുത്. അവനോട് നിങ്ങൾ ക്ഷമിക്കണം. അവനോട് പറയണം, മോനെ മോളെ, ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ അന്വേഷണം ചെയ്യണം, ക്ഷമിക്കണം. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയണം, നിരപ്പ് പ്രാപിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം നമ്മൾ ഉറപ്പിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ സകലത്തിനും അനുസരണമുള്ളവരെന്ന് പരീക്ഷിച്ചറിയേണ്ടതിനുമായിരുന്നു ഞാൻ എഴുതിയത്. നിങ്ങൾ വല്ലതും ക്ഷമിക്കുന്നവരോട് ഞാനും ക്ഷമിക്കുന്നു. എന്തിനാ എഴുതി വെച്ചേ? ഈ വചന ഇത്രയൊക്കെ കേട്ടിട്ടും അനുസരണം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എഴുതി വെച്ചതാണ്. ഇത്രയും ദൂത് പറഞ്ഞിട്ടും ഇത്രയും എന്താ പറയാ ഗൈഡൻസ് കൊടുത്തിട്ടും അനുസരിക്കാനല്ല ഒരു കുറവ്. അതുകൊണ്ട് പരീക്ഷണാർത്ഥം എഴുതി വെച്ചതാണ്. ഇന്ന് രാത്രി കണ്ണുകളെ അടച്ച് ഒരു നിമിഷം കർത്താവിനോട്, കർത്താവേ, അടിയന്റെ പാപങ്ങളെ അടിയനോട് ക്ഷമിക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ അടിയനോട് ആർക്കെങ്കിലും മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ കർത്താവേ അത് ചോദിച്ച് അവരോട് ക്ഷമ ചോദിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അടിയന് ആരോടെങ്കിലും കർത്താവ് ക്ഷമിക്കുവാൻ കഴിയാത്ത തലമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ദൈവസന്നിധിയിൽ എന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഒരു വാക്കിൽ കർത്താവേ അവരോട് ക്ഷമ ചോദിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. എന്റെ ജഡത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങളുടെ മേൽ അധികമായി ദൈവത്തിന്റെ കൃപയെ ചൊരിയണമേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകർന്നുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ഭൂരികളെയും ദുഷ്ടത തന്ത്രങ്ങളെയും ശാസിക്കുകയും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത് കർത്താവേ, ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ, ഞങ്ങളോട് വിരോധമുള്ളവരോട് ക്ഷമ ചോദിക്കുവാൻ ഒരു അധിക കൃപ കർത്താവ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി കർത്താവേ, കേട്ടിട്ടും ഗ്രഹിക്കാതെയും കണ്ടിട്ടും കാണാതെ പോകുന്നവരുടെ കൂട്ടത്തിലല്ല കർത്താവേ, ആത്മാർത്ഥമായി കർത്താവ് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളെയും ക്ഷമിക്കുവാൻ പഠിപ്പിക്കണമേ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് വചനങ്ങളെ കർത്താവ് നൽകിയതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.